ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത കഥാശ്രവണോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്നത്തെ ശ്ലോകം നമുക്ക് ആരംഭിക്കാം. ഇപ്പോൾ ഈ ഒരു അധ്യായത്തിൽ നാരദ മഹർഷി എങ്ങനെയാണ് ഭക്തിയുടെ ഈ തലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിൽ എത്തിയത്, അതിനെക്കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്. അന്നേരം ആ ഒരു പരിശുദ്ധ ഭക്തന്മാരുടെ കഴിച്ച ഉച്ഛിഷ്ടം കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു ആനന്ദം, അവിടെ നിന്ന് ഭക്തി തുടങ്ങി അല്ലേ. അന്നേരം പൊതുവേ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു. അതായത് ഒരാളുടെ ഉച്ഛിഷ്ടം നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ബോധം നമ്മുടെ ഉള്ളിലാകുകയാണ്. അതായത് ഒരാൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ബോധത്തോടു കൂടി ആ ഒരു പാചകം ചെയ്യുന്നു, അഗ്നിയുടെ മുകളിൽ വെച്ച് എന്ത് പാചകം ചെയ്താലും, പ്രത്യേകിച്ച് അന്നം, ആ ഒരു വ്യക്തിയുടെ ബോധം അതിൽ സ്റ്റോറായിട്ടിരിക്കും. അന്നേരം ആ ഒരു ബോധം നിറഞ്ഞ ഭക്ഷണം ഇവർ കഴിക്കുമ്പോൾ ആര് കഴിച്ചാലും ആ ബോധം നമ്മുടെ ഉള്ളിലേക്ക് കയറുമെന്നുള്ളതാണ്. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന് എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്നത്തെ കാലത്ത് മോഡേൺ സയൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ വളരെ പഴഞ്ചൻ പരിപാടികളും കൊണ്ട് നടക്കുകയാണ്. അന്നേരം ആധ്യാത്മിക പാത, വൈദിക സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നൂതനം. എന്നും അത് നൂതനമായിട്ട് തന്നെ ഇരിക്കും. എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതാണ് പരമമായിട്ടുള്ള സത്യം. 5000 വർഷങ്ങൾക്ക് മുന്നേ ഭഗവാൻ പറഞ്ഞു നമ്മൾ ശരീരമല്ല ആത്മാവാണ്, അതിലെന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? ഇല്ല, ഇപ്പോഴും അതൊക്കെ തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. അതെപ്പോഴും പരമമായിട്ടുള്ള സത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഈ സയൻസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രത്യേകിച്ച കാര്യം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം പൊതുവേ ഇന്നത്തെ പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഈ ഒരു ആത്മീയ പാത എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല. ആ പാതയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തത് സത്യം പറഞ്ഞാൽ അവരുടെ മേധാശക്തി കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെല്ലാവരും ആ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ കൊറോണയൊക്കെ കൂടിയ സമയത്തിന് ഭക്തി വേദാന്ത ഹോസ്പിറ്റൽ ബോംബെയിലുള്ള ആ ഭക്തജനങ്ങളെല്ലാം, അവിടുത്തെ ആ ഒരു ഡോക്ടർ ആ ചികിത്സയ്ക്കുള്ള എല്ലാ മരുന്നുകളും കൊടുത്തതിന് ശേഷം അതുകൂടാതെ കീർത്തനവും കൂടെ ചെയ്തു. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ലോകത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അന്നേരം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ വീഡിയോ ഒരുപാട് വൈറലായി, ലക്ഷക്കണക്കിന് വ്യൂസായി യൂട്യൂബിലും ഫേസ്ബുക്കിലും. പക്ഷേ എപ്പോഴും കാണുമല്ലോ വിമർശനത്തിനായിട്ട് കുറച്ച് പേര് കാണുമല്ലോ. അതിൽ 1-2 പേര് വന്നിട്ട് പറയാം, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എങ്കിൽ പിന്നെ ഗോമൂത്രം കൂടെ കൊടുക്കാൻ എന്തായിരുന്നു? സത്യമാണ്, ഗോമൂത്രം കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു വിമർശന സ്വഭാവം. ഇനി ചില വ്യക്തികളൊക്കെ ഇതിൻ്റെ കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തമ്പി അതൊന്നും നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അന്നേരം ഇതൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപരിതലങ്ങളിൽ, ഭൗതിക തലത്തിനും അപ്പുറത്തായിട്ടുള്ള ഉപരിതലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഇവർക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം പൊതുവേ ജ്ഞാനം എന്ന് നമ്മൾ കരുതുമ്പോൾ പേരിന് മുമ്പായിട്ട് കുറേ ഡിഗ്രീസ്, അല്ലെങ്കിൽ പേരിന് പിന്നായിട്ട് കുറേ ഡിഗ്രീസ് ചേർക്കുന്നതല്ല അല്ലേ. കുറേ ഇനിഷ്യൽസ് ഇങ്ങനെ ആൽഫബറ്റ്സ് ഇങ്ങനെ ചേർത്തിട്ട് ഈ ഒരു ഡിഗ്രി ഉണ്ട്, ഇതുണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്, PhD ആണ്, ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ലിസ്റ്റുകൾ കൂട്ടുന്നതിലല്ല കാര്യം. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശ്രീ പ്രഭുപാദി പറയുന്നു ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ, ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക വസ്തു എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, ആത്മീയ വസ്തു എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, ഇതിനെ രണ്ടിനെയും നിയന്ത്രിക്കുന്ന ഈശ്വരനെയും മനസ്സിലാക്കിയിരിക്കണം. ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇത് ചുമ്മാ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. എങ്കിൽ മാത്രമേ ജ്ഞാനി എന്നെങ്കിലും ഒരാളെ പറയാൻ പറ്റൂ. ഇനി ജ്ഞാനിയായിട്ടിരുന്നു, നമുക്കറിയാം ശരീരമല്ല ആത്മാവല്ല, നമ്മൾ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു, ശരീരത്തെ മനസ്സിലാക്കി,
ആത്മാവിനെ മനസ്സിലാക്കി, ഇതിനെ രണ്ടിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ഈശ്വരനെ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ തന്നെ ഇരുന്നാൽ മതിയോ? അല്ല. ആ ഒരു ഈശ്വരനെ, അതായത് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ശരീരം വേറെയാണ്, ആത്മാവ് വേറെയാണ്, ഇതിനെ രണ്ടിനെ നിയന്ത്രിക്കുന്ന ഈശ്വരനും വേറെയായിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആ ഒരു ഈശ്വരനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആ ഒരു ഈശ്വരൻ്റെ അടുത്ത് പോകാൻ നോക്കണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? പക്ഷെ ഈ ഒരു ബേസിക് കാര്യം പോലും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സിനുള്ള ഒരു എന്താ പറയുന്ന ഒരു സ്വീകാര്യത അവർക്കില്ല. അടിസ്ഥാനപരമായിട്ട് ശരീരമല്ല ആത്മാവാണെന്നുള്ളൊരു തത്വം അറിയത്തില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാവർക്കും ഈ ഒരു 3 കാര്യത്തിലാണ് കൺഫ്യൂഷൻ ഉള്ളത്. ചിലവർ വിചാരിക്കുന്നു ശരീരമാണ് എല്ലാം എന്ന് പറഞ്ഞ് വിചാരിക്കുന്നു. കാരണം ഇന്നത്തെ ശ്ലോകം അതുമായിട്ട് ബന്ധപ്പെട്ട അതാണ് ഞാൻ പറയുന്നത്. നാരദ മഹർഷി ആ ഭക്തിയുടെ അടുത്തടുത്തൊരു തലത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു വരികയാണ്. അന്നേരത്തെ ഇന്നത്തെ ആ ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നു എങ്ങനെയാണ് സ്വരൂപ സിദ്ധിയിലേക്ക് പോകുന്ന ആ സിദ്ധിയുടെ ഏറ്റവും പരമകാഷ്ട അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് ഉയർന്നു പോവുകയാണ്. നമ്മളെപ്പോഴും പറയത്തില്ല ആത്മീയ ലോകമുണ്ട്, അവിടെ ഭഗവാനുണ്ട്, തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്ന അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നത്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ശില പ്രഭുപാദജി ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ വളരെ ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ കുറഞ്ഞ പക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ശരീരമല്ല ആത്മാവാണെന്നെങ്കിലും മനസ്സിലാക്കണം. നമ്മൾ ശരീരമല്ല ആത്മാവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ശരീരത്തെയും നമ്മൾ ആത്മാവിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളുണ്ടെന്ന് അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നേരം ഈ 3 കാര്യങ്ങൾ ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം അവർ ജ്ഞാനത്തിൻ്റെ മാർഗം തുടങ്ങി എന്നെങ്കിലും പറയാം. ജ്ഞാനി ആയിട്ടില്ല, ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ തുടങ്ങി എന്നറിയാം. അന്നേരം ഇങ്ങനെ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ. ഇങ്ങനെ ഉള്ള ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ ബഹുനാം ജന്മനാം അന്തേ, ഒരുപാട് ജന്മങ്ങളിൽ ഈ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ച് ജ്ഞാനവാനാകുമ്പോൾ, ധനവാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ധനം കൂടുതലായിട്ട് സമ്പാദിച്ച വ്യക്തി. ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഭാഗ്യം കൂടുതലായിട്ട് ലഭിച്ച വ്യക്തി അല്ലേ? അന്നേരം ജ്ഞാനവാനെന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം ഒരുപാട് ഈ ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ പോയി ജ്ഞാനത്തിൻ്റെ എല്ലാവിധ സാക്ഷാത്കാരവും ലഭിച്ച വ്യക്തി എന്ത് ചെയ്യും? ജ്ഞാനവാൻ ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ വാ പ്രപത്യതേ വാസുദേവ സർവമിതി. ആ ഒരു വ്യക്തി ഭഗവാനെ ആശ്രയിക്കുകയും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മുറുകെ പിടിക്കുകയും വാസുദേവ സർവം ഇതി എന്നുള്ളൊരു തലത്തിലേക്ക് എത്തും. വാസുദേവനാണ് എല്ലാം എന്ന് സ്വീകരിക്കാനുള്ള ഒരു മനസ്സവന് വരും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടരുത്. നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ അല്ലെങ്കിൽ ശത്രുക്കളോ ഇവരാരെങ്കിലും നിങ്ങൾ പറയുമ്പോൾ ഈശ്വരനെ അവർക്ക് സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുക അവർക്ക് അത്രയേ പറ്റത്തുള്ളൂ. അത് അവരെ നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിലെ സിലബസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടികൾ അതൊന്നും മനസ്സിലാവാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? അവർക്ക് അത്രയേ ഉള്ളൂ, അത്രയേ അറിയാത്തുള്ളൂ. ഇനി അവർക്ക് മെല്ലെ 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഇങ്ങനെ ക്രമേണ ഉയർന്ന് ആ ഒരു 10ാം ക്ലാസ്സിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം പക്ഷേ അവർക്കത് മനസ്സിലാവുന്നുമില്ല. നമ്മൾ 1ാം ക്ലാസ്സിലാണെന്ന് അവർ നേരെ വിമർശിക്കുന്ന എന്താണ്? 10ാം ക്ലാസ്സിലെ കുട്ടികളെയാണ്. 10ാം ക്ലാസ്സിലുള്ള പഠിത്തമൊന്നും ആവശ്യമില്ല, എല്ലായിടത്തും 1ാം ക്ലാസ് തന്നെ പഠിപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. ഇനി ചില വ്യക്തികളാണെങ്കിൽ 1ാം ക്ലാസ്സും വേണ്ട, ഈ പഠിത്തമേ വേണ്ട, ഈ പഠിത്തമൊന്നും ഇല്ലാതെ കറങ്ങി നടക്കുന്നതാണ് എല്ലാം, അങ്ങനെ പറഞ്ഞ് നിരീശ്വരവാദം പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്നാൽ ഇതെല്ലാം പല പല തലങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അന്നേരം ക്രമേണ നമ്മൾ ആ ജ്ഞാനത്തെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റുന്നത്. അന്നേരം ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭക്തിയിൽ വന്നിട്ടുണ്ട്. ഭക്തിയിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? നമുക്ക് ഭഗവാൻ കൃഷ്ണനെ ഇഷ്ടമാണ്, ഗുരുവായൂരപ്പനെ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെയും പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ 3 കാര്യം ക്ലിയർ അല്ല. അതാണ് പ്രശ്നം.
നമ്മൾ ഭഗവാനെ വിശ്വസിക്കുന്നു, ഭഗവാനെ അറിയാം, കൃഷ്ണനെ കാണാൻ താല്പര്യമുണ്ട്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ശരീരം എന്താണെന്ന് അറിയത്തില്ല, നമ്മുടെ ആത്മാവ് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ ഈ രണ്ട് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്ന അതേ ടെക്നിക്കിൽ തന്നെയാണ് ഈ പ്രപഞ്ചമെല്ലാം നിലനിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആത്മാവാണ് നമ്മൾ. എന്നിട്ട് ഈ ആത്മാവിൻ്റെ കൂട്ടത്തിൽ തന്നെ പരമാത്മാവ് ഇരിപ്പുണ്ട്. അന്നേരം ആ പരമാത്മാവാണ് ഈ ശരീരത്തെ നിലനിർത്തുന്നതും ഇതിനെ ചലിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം ആ പരമാത്മാവാണ്. എങ്ങനെ നമ്മുടെ ആത്മാവിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ചും കർമ്മം അനുസരിച്ചും നമ്മുടെ ഈ ശരീരത്തെ നിലനിർത്തുകയും പരിരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ പ്രപഞ്ചം മുഴുവൻ നമ്മൾ കാണുന്ന എല്ലാവിധ വസ്തുവകകളും ആ വിരാട് രൂപത്തിൻ്റെ ശരീരം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഭഗവാന്റെ ആ സഹസ്രശീർഷ പുരുഷന്റെ ശരീരം, അതാണ് വിരാട് രൂപം. വിശ്വരൂപം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാവിധ വസ്തുവകകളും ഭഗവാന്റെ ശരീരമായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. അന്നേരം അതിനെ പ്രവർത്തിപ്പിക്കുന്ന, നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണോ ആത്മാവിരിക്കുന്നത് അതേപോലെ ആ ഒരു മുഴുവൻ വിരാട് രൂപത്തിൻ്റെ ശരീരമായിട്ട് നമ്മുടെ ഭഗവാൻ ഇരിക്കുകയാണ്, ആത്മാവ്. അന്നേരം ആ ഒരു ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയാണോ പരമാത്മാവ് ഇത് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ ആത്മാവും പരമാത്മാവും ഒന്നല്ല. കാരണം എന്താണ്? നമ്മൾ ആത്മാവ് വേറെയാണ്, പരമാത്മാവ് വേറെയാണ്. പക്ഷെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആത്മാവെന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാൻ ഈ വിരാട് രൂപത്തിൻ്റെ ഈ മുഴുവൻ പ്രപഞ്ചം, വിശ്വരൂപം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അതിനകത്തുണ്ട്. ആ ഒരു രൂപത്തെയാണ് അർജുൻ സാക്ഷാൽ കണ്ടത്. അതായത് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുവാണ്, അർജുന നീ യുദ്ധം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഭഗവാൻ ഓരോരോ ഭോക്താനാം യജ്ഞതപസാം സർവ്വലോകമഹേശ്വരം, അങ്ങനെ ഞാനാണ്, എനിക്ക് വേണ്ടിയാണ് എല്ലാം, ഇത് ലോകം മുഴുവൻ നിലനിൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, എല്ലാ യജ്ഞങ്ങളും തപസ്സുകളും അനുഷ്ഠിക്കേണ്ടത് എനിക്ക് വേണ്ടിയാണ്, ഈ ഒരു ഞാൻ എല്ലാവരുടെയും സുഹൃത്താണ്, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ. അന്നേരം എല്ലാം പലതും ഭഗവാൻ പറഞ്ഞു. വിഭൂതി യോഗത്തിൽ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഓരോ ഭഗവാന്റെ ഓരോ വിഭൂതികളെക്കുറിച്ച് പറയുന്നു. എങ്ങനെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും പ്രധാനപ്പെട്ട എല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഭഗവാനോട് അർജുൻ ചോദിച്ചു, ഭഗവാനെ അങ്ങയുടെ വിഭൂതികളെക്കുറിച്ച് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് ഈ വിഭൂതികൾ എന്ന് പറയുന്നത്? അതായത് അങ്ങയുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അല്ലെ? അങ്ങ് ഈശ്വരനാണെന്ന് പറയുന്നു. അന്നേരം അങ്ങയുടെ കൂടുതൽ ആ കഴിവുകൾ എന്തൊക്കെയാണ്, അത് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ ആ ഭഗവാൻ കൃഷ്ണൻ പറയുവാണ്, എൻ്റെ വിഭൂതികളെക്കുറിച്ച് ഞാൻ എന്ത് പറയണ അർജുന? സത്യം പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും തുടക്കം ഞാനാണ്, എല്ലാത്തിൻ്റെ അന്ത്യവും ഞാനാണ്, ഇടയ്ക്കും ഞാനാണ്, എല്ലാം നിയന്ത്രിക്കുന്നത് ഞാനാണ്. അന്നേരം പൊതുവേ ദൈവമായിട്ട് പറഞ്ഞു നടക്കുന്ന ആൾക്കാരും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയും, എല്ലാം അറിയുന്നവൻ ഞാൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ ഞാൻ, എല്ലാത്തിൻ്റെ തുടക്കവും അന്ത്യവും മധ്യവും ഞാനാണ്. ഇത് പറയാൻ ആർക്കും പറ്റും, പ്രവർത്തിച്ച് കാണിക്കാൻ പറ്റുമോ? അത് കൃഷ്ണന് മാത്രമേ പറ്റൂ. ചൈതന്യ മഹാപ്രഭുവും വിരാട് രൂപം കാണിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇത് പറച്ചിൽ മാത്രമല്ല, അർജുനോട് പറഞ്ഞു എല്ലാത്തിൻ്റെയും തുടക്കവും അന്ത്യവും മധ്യവും ഞാനാണ്, എല്ലാം ചെയ്യുന്നത് ഞാനാണ്, എല്ലാം പറഞ്ഞു. അന്നേരത്തേക്ക് അർജുൻ പറഞ്ഞു, ഭഗവാനെ എനിക്കിതൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം ഭഗവാൻ പറഞ്ഞു, ഈ ഒരു കണ്ണ് വെച്ച് നിനക്കിത് കാണാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ വെച്ച് കാണാൻ പറ്റുന്നത് 3 ഡൈമെൻഷണൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ലെങ്ത്, ബ്രെത്ത്, ഹൈറ്റ്. ഒരു 3 ഏത് വസ്തു നമ്മൾ നോക്കിയാലും അതിൻ്റെ 3 സൈഡ് മാത്രമേ ഒരേ സമയത്ത് നമുക്ക് കാണാൻ പറ്റൂ. അതുകൂടാതെ നമുക്ക് വേറൊരു സൈഡ് നോക്കണമെങ്കിൽ വേറൊരു ഡയമെൻഷനിലോട്ട് പോയി ഈ അടുത്ത വേറൊരു ദിശയിലേക്ക് പോയാലും വീണ്ടും 3 ഡയമെൻഷൻസ് മാത്രമേ കാണാൻ പറ്റൂ. അന്നേരം ഈ ഒരു തലം കൊണ്ട്, ഈ ഒരു മനോഭാവം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ വിരാട് രൂപം കാണാൻ പറ്റുന്നത്? കാരണം ഈ വിരാട് രൂപം എന്ന് പറയുന്നത് അതിലെല്ലാം പെടും, എല്ലാം അതിൻ്റെ ഉള്ളിലാണ്.
മുഴുവൻ വിശ്വരൂപം അതിനകത്താണ്, എല്ലാ ദേവീദേവന്മാരും എല്ലാം നമ്മൾ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അതിനകത്താണ് ഇരിക്കുന്നത്. അന്നേരം ഭഗവാൻ എങ്ങനെ ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നു എന്നതാണ് അർജുൻ കാണാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം എങ്ങനെയാണോ ഈ ശരീരത്തിനകത്ത് ആത്മാവിരിക്കുന്നത്, ഈ ആത്മാവാണ് ഈ ശരീരത്തെ ചലിപ്പിക്കുന്നത്, അതേപോലെ ഭഗവാന്റെ സാന്നിധ്യമാണ് ഈ വിരാട് രൂപം, അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നത്. എല്ലാത്തിലും ഭഗവാനുണ്ട്. ഭഗവാൻ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ചില വ്യക്തികളൊക്കെ പുതിയൊരു തത്വം കണ്ടുപിടിക്കും, എല്ലായിടത്തും ഭഗവാൻ ഉണ്ടെങ്കിൽ പിന്നെ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ? നോക്കണേ. അന്നേരം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഈ ശരീരം നോക്കുകയാണെങ്കിൽ, ഈ ശരീരത്തിൽ എല്ലായിടത്തും നമ്മുടെ ബോധം ഉണ്ട്, അല്ലേ? എല്ലായിടത്തും നമ്മുടെ ബോധമുണ്ട്. അന്നേരം എല്ലായിടത്തും നമുക്ക് ഇവിടെയും നമ്മളാണ്, ഇവിടെയും നമ്മളാണ്, ഇവിടെയും നമ്മളാണ്, എല്ലായിടത്തും നമ്മളുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ഇരിക്കുന്ന എവിടെയാണ്? ഈ ശരീരത്തിൻ്റെ അകത്ത്, ഹൃദയത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ എവിടെ നോക്കിയായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്? നമ്മുടെ കൈ നോക്കിയിട്ട് സംസാരിക്കുമോ? അതോ കാലേ നോക്കിയിട്ട് സംസാരിക്കുമോ? അതോ തോളെ നോക്കിയിട്ട് സംസാരിക്കുമോ? അതോ മുതുകത്ത് നോക്കി സംസാരിക്കുമോ? നമ്മളെ സംസാരിക്കണമെങ്കിൽ എവിടെ വന്ന് ഇരിക്കണം? പൊതുവേ നമ്മളുമായിട്ട് ഉപമിക്കുന്നത്, നമ്മളുമായിട്ട് കൂടുതലും നമ്മുടെ വ്യക്തിത്വമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നത് നമ്മുടെ പേരും നമ്മുടെ മുഖവുമായിരിക്കും, അല്ലേ? അന്നേരം മുഴുവൻ ശരീരത്തിലും നമ്മുടെ പ്രസൻസ് ഉണ്ടെങ്കിലും, സാന്നിധ്യം ഉണ്ടെങ്കിലും, നമ്മൾ ഒരു വ്യക്തിയെ കൂടുതലും അറിയുന്നത് അവരുടെ മുഖം വെച്ചിട്ടാണ്, ആ ഒരു വ്യക്തിയുടെ പേരും വെച്ചിട്ടാണ്. അന്നേരം അതേപോലെ തന്നെ ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ഭഗവാൻ പ്രത്യക്ഷമായിട്ടുണ്ട്. അതായത് ഭഗവാന്റെ തിരുനാമ ജപം, അതുകൂടാതെ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ, ഭഗവാന്റെ ഭഗവത്ഗീത, ഭാഗവതം, ഇതൊക്കെ. അന്നേരം അതിലൂടെ നമുക്ക് ഭഗവാനെ ആക്സസ് ചെയ്യുന്നത് കുറച്ചും കൂടി എളുപ്പമല്ലേ? അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു വ്യക്തിയുടെയാണ് എല്ലാം എന്ന് പറഞ്ഞു. അന്നേരം നമ്മൾ എല്ലായിടത്തും സർവ്വവ്യാപിയായിട്ട് ഭഗവാനെ കാണുകയാണ്. എങ്ങനെ കാണാൻ പറ്റും? ആ ഒരു വ്യക്തിയായിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും? അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഭഗവാനാണെങ്കിൽ മലത്തിലും ഭഗവാനുണ്ടോ? സത്യം പറഞ്ഞാൽ ഉണ്ട്. എല്ലായിടത്തും ഭഗവാനുണ്ട്. ഭഗവാൻ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിൽക്കത്തില്ല. പക്ഷേ ഭഗവാൻ എല്ലാം ആ ഒരു പ്രത്യക്ഷ രൂപത്തിലല്ല അവിടേക്ക് നിൽക്കുന്നത്. ആ ഒരു പ്രപഞ്ച വസ്തുവിനെ നിലനിർത്താൻ വേണ്ടി മാത്രം ഭഗവാൻ നിഷ്പക്ഷനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു പട്ടിയുടെ ഉള്ളിലും ഭഗവാനുണ്ട്. ഉടനെ പട്ടിയെ വെച്ച് നമുക്ക് പൂജിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു മനുഷ്യൻ്റെ ഉള്ളിലും ഭഗവാനുണ്ട്. ഉടനെ മനുഷ്യനെ പൂജിക്കാൻ പറ്റുമോ? അന്നേരം നമ്മൾ പൂജിക്കുമ്പോൾ ഭഗവാനെയല്ല നമ്മൾ കാണുന്നത്, ആ മനുഷ്യനെയാണ് കാണുന്നത്. നമ്മൾ കാണുമ്പോൾ ആ പട്ടിയാണ് കാണുന്നത്. പട്ടിയല്ല പൂജിക്കേണ്ടത്, ആ പട്ടിയുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവിനെയാണ്. അന്നേരം ആ ഒരു പരമാത്മാവിനെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? ആ പരമാത്മാവിനെ കാണണമെങ്കിൽ ഈ പുറമേ ഭഗവാനെ കാണുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്ന മാലിന്യങ്ങൾ, ഭൗതിക മാലിന്യങ്ങളൊക്കെ മാറണം. അതൊക്കെ മാറിയതിന് ശേഷമേ നമുക്ക് ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും. അപ്പോൾ പ്രഹ്ലാദനോട് പറഞ്ഞു, ഹിരണ്യകശിപു ചോദിച്ചു, എവിടെയാണ് നിന്റെ ഈശ്വരൻ എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, എല്ലായിടത്തും ഉണ്ട്. കാരണം പ്രഹ്ലാദൻ ചുമ്മാ പറഞ്ഞതല്ല, പ്രഹ്ലാദൻ എല്ലായിടത്തും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നു. കാരണം പ്രഹ്ലാദന് ദ്വന്ദ്ങ്ങളില്ല, കാമക്രോധ മോഹ ലോപാദി മത മത്സരങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇന്നലെ കുറേ ചർച്ച ചെയ്തു. അന്നേരം ഒരു ഭക്തൻ ഇങ്ങനെ സംശയം പ്രകടിപ്പിച്ചു, അത് നമ്മളിങ്ങനെ പൂർണ്ണമായിട്ടും ശരീരബോധത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെയാണ് നടക്കുന്നത്, അതെങ്ങനെയാണ് നടക്കുന്നത്? അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് എത്ര നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ സിലബസ് എല്ലാം പഠിപ്പിച്ചു തരും, അല്ലേ? അതിൽ എത്രത്തോളം പഠിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. എത്രത്തോളം നമ്മൾ പഠിക്കുന്നോ, എത്രത്തോളം പരീക്ഷയിൽ നമ്മൾ എക്സാം എഴുതുന്നോ, അത്രത്തോളം മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എത്രത്തോളം മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്നോ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി കരസ്ഥമാക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ അത്രത്തോളം എക്സ്പേർട്ടുമായിരിക്കും.
അന്നേരം ഒരു ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള കംപ്ലീറ്റ് കോൺസെപ്റ്റും പഠിപ്പിക്കും. അന്നേരം ഭഗവത്ഗീതയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ അർജുനോട് പറയുകയാണ്, നീ ശരീരമല്ല അർജുന, നീ ആത്മാവാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അന്നേരം ശരീരമല്ല ആത്മാവാണെന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ ആത്മീയ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആ ശരീരം കൊണ്ട് ചെയ്യുന്നതും ആത്മീയ പുരോഗതിക്ക് വേണ്ടുന്ന കാര്യങ്ങളായിരിക്കണം. ഇപ്പം നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ എത്രയോ യുദ്ധങ്ങൾ നമ്മൾ ചരിത്രത്തിൽ പറയുന്നു. അതെല്ലാം നമ്മൾ പഠിക്കാൻ എടുക്കുന്നുണ്ടോ ആത്മീയ കാര്യമായിട്ട്? മഹാഭാരതം യുദ്ധം നമുക്ക് ഇഷ്ടമുണ്ടായതുകൊണ്ടാണോ നമ്മൾ അതൊക്കെ ചർച്ച ചെയ്യുന്നത്? അല്ല. ശ്രീ പ്രഭുപാദി പറയുന്നു, ഈ ഒരു മഹാഭാരതം നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ്? അതിൽ ഭഗവാൻ കൃഷ്ണനുണ്ട്. ഭഗവാൻ ഉണ്ടായതുകൊണ്ട് അത് ആത്മീയമായി. ഭഗവാൻ ഇല്ലെങ്കിൽ പിന്നെ ഈ യുദ്ധവും മറ്റു യുദ്ധവുമായിട്ട് എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഈ ഒരു മഹാഭാരതം ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഭഗവാൻ കൃഷ്ണനുണ്ട്. അതുകൊണ്ട് അത് ആത്മീയമായി. അന്നേരം കൃഷ്ണ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ സ്വീകരിക്കണം. കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഭഗവാൻ കൃഷ്ണന്റെ സേവനത്തിന് ഉപയോഗപ്പെടുന്ന എന്തും നമ്മൾ സ്വീകരിക്കണം. അവിടെ നമ്മൾ ഞാനിതൊന്നും സ്വീകരിക്കത്തില്ല, ഇത് വൈരാഗ്യം, എന്നാൽ ഇതൊന്നും ശരിയല്ല, എനിക്ക് ഉപയോഗമുള്ള സാധനമല്ല, എനിക്കിത് വെച്ച് അധികം ഉപയോഗമൊന്നുമില്ല, അതൊക്കെ എന്ന് പറയുന്നത് അത് അത്ര ബുദ്ധിയുള്ള പ്രവൃത്തിയല്ല. നമ്മുടെ ഉപയോഗമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ഭഗവാന്റെ ഉപയോഗമുണ്ടോ, കൃഷ്ണൻ ഇത് വെച്ച് ഉപയോഗമുണ്ടോ, ഇത് വെച്ച് എനിക്ക് ഭഗവാൻ കൃഷ്ണന്റെ സേവനം ചെയ്യാൻ പറ്റുമോ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ശരീരം കൊണ്ട് കൂടുതൽ ഭഗവാന്റെ സേവനം എങ്ങനെ അനുഷ്ഠിക്കാം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഭക്തരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അന്നേരം ഭഗവാൻ കൃഷ്ണന്റെ സേവനം കൂടുതൽ ഈ ശരീരം കൊണ്ടും ഈ മനസ്സുകൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഭഗവാന്റെ സേവനം അനുഷ്ഠിക്കാൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണോ അവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കേണ്ടത്. അന്നേരം ഭഗവാനാണ് നമ്മുടെ ബന്ധു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തമേവ മാതാ പിതാ തമേവ തമേവ ബന്ധു സഖാ തമേവ. അന്നേരം അദ്ദേഹമാണ് നമ്മുടെ ബന്ധു, അദ്ദേഹമാണ് നമ്മുടെ അച്ഛൻ, അദ്ദേഹമാണ് നമ്മുടെ അമ്മ. എല്ലാ ജന്മത്തിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, പുതിയ ബന്ധുക്കളെ നമുക്ക് ലഭിക്കുന്നു അല്ലേ? അവരെ എല്ലാം വിട്ടിട്ട് നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ഭഗവാന്റെ സേവനം അനുഷ്ഠിക്കാൻ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെയുള്ള വൈരാഗ്യമൊക്കെ ഫാൽഗു വൈരാഗ്യം എന്നാണ് പറയുന്നത്. ഫാൽഗു വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, നമുക്കും ഉപയോഗമില്ല, നാട്ടുകാർക്കും ഉപയോഗമില്ല, ആർക്കും ഉപയോഗമില്ല. നമ്മുടെ അഹങ്കാരത്തെ കൂട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ വലിയ വൈരാഗ്യമാണ്, ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല, ഞാൻ വളരെ പെർഫെക്റ്റ് ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കും. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് മിഥ്യാ അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. ഭക്തിയിൽ എന്തെങ്കിലും സാക്ഷാത്കാരം ഉണ്ടോ എന്ന് വെച്ചാൽ അതുമില്ല. നമ്മൾ കൂടുതൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വിചാരിക്കുന്നു എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് പ്രശ്നം. വിദ്യാവിനയ സമ്പന്നേ, വിദ്യ കൂടുന്നതിനനുസരിച്ച് നമ്മൾ വിനയത്വം കൂടണം. വിനയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മളെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പഠിക്കണം. പക്ഷെ എപ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ, നമ്മുടെ കോൺസെപ്റ്റ് മാത്രം. എങ്ങനെ ഭഗവാന് കൂടുതൽ ഇഷ്ടം വരും, ഭക്തർക്ക് കൂടുതൽ ഭക്തർക്ക് എങ്ങനെ ഇഷ്ടപ്പെടും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാനവസേവ മാധവസേവ അല്ലേ പ്രഭുജി? മാനവസേവ എങ്ങനെയാണ് മാധവസേവയാകുന്നത്? നമ്മൾ പൊതുവേ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റൊക്കെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഭരണകാലത്തിൽ പൊതുവെ ആ സമയത്ത് കുറേ നമ്മുടെ ഇത് നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി കേൾക്കണം, എങ്കിലേ നിങ്ങൾക്കിത് മനസ്സിലാവൂ. നിങ്ങളുടെ ഉള്ളിൽ പല രീതിയിലും പലതും നമ്മൾ ഇത് ഞാനും ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആ ഗുരുകുലത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് ശ്രീല പ്രഭുപാദിയുടെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രചക്ഷു, ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അന്നേരം നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആ ഭരണ കീഴിലായിരുന്ന സമയത്ത് ആ സമയത്ത് പൊതുവേ നമ്മുടെ ക്ഷത്രിയരെല്ലാവരും പോയി. ക്ഷത്രിയരെ എല്ലാം തമ്മി അടുപ്പിച്ച് ബ്രിട്ടീഷുകാർ അവരുടെ ഭരണം കൂടുതൽ ശക്തമാക്കി.
ക്ഷത്രിയരില്ലായിരുന്നു. അന്നേരം ഉള്ള ക്ഷത്രിയരും പേരിന് വേണ്ടിയാണ്, അവരെല്ലാം ബ്രിട്ടീഷുകാരുടെ അടിമയായിട്ട് ജീവിക്കുമായിരുന്നു. അന്നേരം ബാക്കിയുള്ളവരെല്ലാ പേരും ആരെന്ത് പറയുന്നു അത് കേട്ട് ഇരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ്. അവർ പ്രത്യേകിച്ച് അവർക്ക് പ്രശ്നമില്ല, ബ്രിട്ടീഷുകാരായാലും ഓക്കെ, ആര് ഭരിച്ചാലും ഓക്കെ, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മൾ അധികാരികൾ പറയുന്നത് കേൾക്കുക. ആരായാലും കുഴപ്പമില്ല, അധികാരി ആരായാലും കുഴപ്പമില്ല, അധികാരി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അത് ശരിയോ തെറ്റോ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അധികാരി എന്ത് പറയുന്നു അതങ്ങ് കേൾക്കുക. അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരായിരുന്നു അന്ന്. അന്നേരം അവരെ ഒന്ന് ബോധവൽക്കരണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആ സമയത്തുള്ള കുറച്ച് അവരൊക്കെ എന്തായിരുന്നു ചോദിച്ചാൽ, അവർ ബ്രിട്ടീഷ് സ്കൂളിൽ നിന്നാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ട് അവർ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ പഠിച്ചത്, നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിലുള്ള മിക്ക ആൾക്കാരും, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ മിക്ക ആൾക്കാരും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. അവരെല്ലാം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചത് എല്ലാം ബ്രിട്ടീഷ് സ്കൂളിൽ നിന്നാണ്. അന്നേരം ബ്രിട്ടീഷ് സ്കൂളിൽ നിന്ന് ഹിസ്റ്ററി പഠിച്ചാൽ എന്താണ് പ്രശ്നം? ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇന്ത്യയെ കണ്ടത് ആ രീതിയിലാണ് അവർ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യൻ യുവതലമുറയെ എന്താണോ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് അവർ പഠിച്ചിരുന്നത്. മനസ്സിലായോ? ക്ലിയറായോ? അതായത് നമ്മുടെ യഥാർത്ഥ ഹിസ്റ്ററി തേഞ്ഞു മാഞ്ഞു പോയെന്ന് തന്നെ പറയാം. യഥാർത്ഥത്തിൽ നമ്മുടെ ആ ഒരു കൾച്ചർ, നമ്മുടെ ആ ഒരു പരമ്പര, അതൊക്കെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ക്ഷത്രിയർ നശിച്ചു, ബ്രാഹ്മണരില്ലാതെയായി. അങ്ങനെ ബ്രാഹ്മണരെ സംരക്ഷിക്കാതെ ആ ഒരു പല രീതിയിലുള്ള ആ ഒരു ഗുരുകുല സംസ്കാരം ഏറെക്കുറെയൊക്കെ നശിച്ചു. ആ വൈദിക പഠനമൊന്നും ഇല്ലാതെയായി. അങ്ങനെ പിന്നെ അത് വെച്ചിട്ട് വൈദിക പഠനം വെച്ച് ഉപജീവനം നടത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ചിന്തകൾ തുടങ്ങി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ സൊസൈറ്റിയുടെ സിസ്റ്റം ഫുൾ തിരിച്ചു അവർ. അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഉപജീവനം ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ അവരാക്കി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര ബുദ്ധിപരമായിട്ടുള്ള രീതിയിലാണ് അവർ ഡീൽ ചെയ്തതെന്ന് നോക്കണം. കാരണം തലയെന്ന് പറയുന്നത്, സമൂഹത്തിലെ തല എന്ന് പറയുന്നത് ബ്രാഹ്മണരാണ്. ആ ബ്രാഹ്മണരെന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ജനനം കൊണ്ടല്ല, മനസ്സിലാക്കിയിരിക്കണം, കർമ്മം കൊണ്ട്, തപസ്സൊക്കെ അനുഷ്ഠിച്ച് ആ വൈദിക സംസ്കാരം അനുസരിച്ച് ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അതിനനുസരിച്ച് പോകുന്ന വ്യക്തികൾ. അവരാണ് രാജാക്കന്മാരെ നിയന്ത്രിക്കേണ്ടത്, ഗൈഡൻസ് കൊടുക്കേണ്ടത് അവരാണ്. അന്നേരം എന്തൊരു തീരുമാനം എടുക്കണമെങ്കിൽ അവർ പറയും ശാസ്ത്രമനുസരിച്ച് ഇങ്ങനെയാണ്. അന്നേരം നമ്മുടെ മനുഷ്യരാൽ നിർമ്മിച്ച ഒരു ലോ ബുക്ക് അല്ലായിരുന്നു ഫോളോ ചെയ്തിരുന്നത്, ദൈവത്തിൻ്റെ വചനങ്ങളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഭഗവാന്റെ അധരപത്മങ്ങളിൽ നിന്ന് വന്ന ഭഗവത്ഗീത, ഭാഗവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ ചർച്ചകൾ നടന്നിരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഭാഗവതം, വൈകിട്ട് ഭഗവത്ഗീത ചർച്ച ചെയ്യുന്നു അല്ലേ? നമ്മുടെ ആ ഒരു ഔട്ട്ലുക്ക് ടോട്ടലി മാറിയില്ലേ? നമ്മൾ ശരിയെന്ന് ചിന്തിച്ചത് പലതും ഇപ്പം തെറ്റായിട്ട് തോന്നുന്നു, തെറ്റെന്ന് ചിന്തിച്ചത് പലതും ശരിയായിട്ട് തോന്നുന്നു. കൂടുതൽ ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ലോജിക്കലി തോന്നുകയാണ് നമുക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ശ്രീല പ്രഭുപാദിയുടെ ഗ്രന്ഥങ്ങളിൽ അത്രത്തോളം ക്ലാരിറ്റിയോട് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പേ ഒരു ക്ലാരിറ്റിയും എനിക്കും ഇല്ലായിരുന്നു. ഞാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എല്ലാം നമ്മളിങ്ങനെ ഒരു റോബോട്ട് മാതിരി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ശ്രീല പ്രഭുപാദിയുടെ, ഞാൻ ഇത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ആളായതുകൊണ്ട് പറയുന്നില്ല, ഞാൻ വളരെ തുറന്ന് പറയുക നിങ്ങളോട്. നമ്മുടെ കുടുംബാംഗത്തെ പോലെ ഞാൻ സംസാരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ലോജിക്കലി നിങ്ങൾ തന്നെ നോക്കൂ, വളരെ ലോജിക്കലായിട്ട് തോന്നുന്നില്ലേ ഓരോ കാര്യങ്ങളൊക്കെ? നമ്മൾ രാവിലെ ചർച്ച ചെയ്യുന്ന ഭാഗവതമായാലും വൈകിട്ട് ചർച്ച ചെയ്യുന്ന ഭഗവത്ഗീത ആണെങ്കിലും സാധാരണ രീതിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണമല്ല ഇവിടെ നടക്കുന്നത്. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ആ ഭാഗവതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യുക. എൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭാഗവതവും നിങ്ങളുടെ ഉള്ളിലങ്ങ് ഡൗൺലോഡ് ചെയ്യുക. ഭഗവത്ഗീത എനിക്ക് എത്രത്തോളം ഭഗവത്ഗീത അറിയാം അതൊക്കെ ഡൗൺലോഡ് ചെയ്യാം. അതല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം ശ്രീല പ്രഭുപാദിജിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതല്ല പ്രഭുപാദിജിയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രഭുപാദിജിയുടെ ഓരോ ഭാവാർത്ഥവും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു ശ്ലോകത്തെ നമ്മൾ എങ്ങനെ ഇപ്പോഴത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
അതാണ് ഈ ലോകത്തെ രക്ഷിക്കാൻ പോകുന്നത്. അങ്ങനെ ആയിരുന്നു നമ്മുടെ ഭരണഘടന അങ്ങനെയായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചക്രവർത്തിമാരൊക്കെ ഭരിച്ചിരുന്നത് നമ്മുടെ ഗീതാ ഭാഗവത തത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അന്നേരം എന്തെങ്കിലും ഒരു അഭിപ്രായം, പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തണമെങ്കിൽ ഉടനെ ഈ ബ്രാഹ്മണരോട് ചോദിക്കും, പണ്ഡിതന്മാരോട് ചോദിക്കും. അതും ചുമ്മാ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണരല്ല, വേദങ്ങളൊക്കെ പഠിച്ച് തപസ്സുകളൊക്കെ അനുഷ്ഠിച്ച് അത് സാക്ഷാത്കരിച്ച ബ്രാഹ്മണരാണ്. അന്നേരം അവരോട് ചോദിക്കുമ്പോൾ അതുകൂടാതെ അവർ ഒരിക്കലും രാജാവിൽ നിന്ന് കിമ്പളം പ്രതീക്ഷിച്ചിട്ടല്ല പറയുന്നത്. ഉദാഹരണത്തിന് ചാണക്യ പണ്ഡിതൻ, ഞാൻ ഇതിനു മുമ്പേയും പറഞ്ഞിരുന്നു, അദ്ദേഹം രാജാവിൻ്റെ കയ്യിൽ നിന്ന് ആ രാജാവിനെ ആ സിംഹാസനത്തിൽ ഇരുത്തിയത് അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും അദ്ദേഹം മേടിക്കത്തില്ലായിരുന്നു. അദ്ദേഹം താമസിക്കുന്ന ഒരു കുടിലായിരുന്നു. ആ കുടിലില് തൊട്ടടുത്തൊരു പുളിയുടെ ഒരു മരമുണ്ട്. ആ ചോറ് കഴിക്കും, ചോറിൻ്റെ കൂടെ ആ പുളിയുടെ ഒരു കറിയും വെച്ചാൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആഹാരം. അതിന് പലപ്പോഴും അവിടുത്തെ രാജാവ് ചോദിച്ചു, അങ്ങ് എൻ്റെ രാജഗുരുവാണ്, അങ്ങേക്ക് വേണ്ടി ഞാൻ ഒരു കൊട്ടാരം തന്നെ പണിയാം. എന്നാൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും നിന്റെ ഈ സുഖ സൗകര്യങ്ങളൊന്നും സ്വീകരിക്കാൻ പാടില്ല. സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്, ഞാൻ നിന്റെ അടിമയായി. പിന്നെ നിനക്ക് ഓരോ ഉപദേശം പറയുമ്പോഴും ഞാൻ നിന്നെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തുടങ്ങും. അതെനിക്ക് ഒരിക്കലും പറ്റത്തില്ല. ഒന്ന് ആലോചിക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഈ ഒരു തത്വം നല്ലതാണ് എവിടെ, അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ആകാത്തപ്പോൾ. അതേസമയം നമ്മുടെ ശ്രീല പ്രഭുപാദജി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. യുക്ത വൈരാഗ്യമാണ് നമുക്ക് വേണ്ടുന്നത്, അല്ലാതെ ഫാൽഗു വൈരാഗ്യമല്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല അതൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിയും എത്രയോ നല്ലതാണ് ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് മരിക്കുക എന്ന് പറയുന്നത്. അതാണ് ശ്രീല പ്രഭുപാദജി കാണിച്ചത്. ലോകമെമ്പാടും അദ്ദേഹം ഭഗവത്ഗീത ഭാഗവതം പ്രചരിപ്പിച്ചു. ശ്രീല പ്രഭുപാദജി പറഞ്ഞു, ഇനി 15,000 വർഷം എൻ്റെ ഗ്രന്ഥങ്ങൾ ഒരു നിയമപുസ്തകമായിരിക്കും എന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലേ? ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പല നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും നമ്മുടെ പ്രഭുപാദജിയുടെ ഗ്രന്ഥങ്ങൾ അവിടെ റെഫറൻസ് ബുക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിലെ നിയമപുസ്തകമായിരിക്കുവാണ് ശ്രീല പ്രഭുപാദജിയുടെ ഗ്രന്ഥങ്ങൾ. കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ഓക്കെ ക്ലാരിറ്റി കിട്ടി, അത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? കാരണം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് മനസ്സിലാവത്തില്ല എന്താണ് ശരി എന്താണ് തെറ്റെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ബ്രിട്ടീഷ് ഭരണ സമയത്ത് നമ്മുടെ മിക്ക സ്വാതന്ത്ര്യ സമര സേനാനികളും അവരെല്ലാം പഠിച്ചിരുന്നത് നമ്മുടെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയായിരുന്നു. ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവിടെ ധർമ്മം വരത്തില്ല, ധർമ്മശാസ്ത്രങ്ങളൊന്നും അവിടെ ഇല്ല. അതിനെല്ലാം പഴഞ്ചൻ മിത്തോളജി എന്നുള്ള രീതിയിൽ കണക്കാക്കും. അന്നേരം ഇവരെല്ലാം നോക്കിയപ്പോൾ നമ്മുടെ ആ ഒരു വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിപ്പോയി എന്നതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് പറയുകയാണ്. പ്ലീസ് നല്ല തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ കേൾക്കുക. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നു? മാനവസേവ, മാധവസേവ, അല്ലെങ്കിൽ എന്താ പറയുക ദരിദ്രനാരായണൻ, അല്ലെങ്കിൽ പിന്നെ വേറെ ഇങ്ങനെ എന്തൊക്കെയോ പറയും. ജനങ്ങളെ സേവിച്ച അത് ജനാർദ്ദന സേവ, അങ്ങനെ പലതും പറയും. പിന്നെ അതുകൂടാതെ എല്ലാം ഒന്നല്ലേ, അതിൻ്റെയും അതും ഇതുകൊണ്ടാണ് യഥാർത്ഥ ശങ്കരാചാര്യരുടെ സിദ്ധാന്തമല്ല നമ്മൾ പഠിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്ന് നരസേവ, നാരായണ സേവ, അങ്ങനെ കുറേ ഇത് എവിടുന്ന് വന്നു നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ എല്ലാ ദൈവത്തെ പൂജിച്ചാലും കുഴപ്പമില്ല, ഏത് ദൈവത്തെ പൂജിച്ചാലും ഒരിടത്ത് തന്നെയല്ലേ എത്തുന്നത്. ഇതൊക്കെ ഈ ഒരു ഐഡിയ നമുക്ക് എവിടുന്ന് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം ഈ ബ്രിട്ടീഷ് ഭരണ സമയത്ത് ഇവരെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയായിരുന്നു. ആര്? ബ്രിട്ടീഷുകാരെല്ലാം നല്ല കുളമാക്കി നമ്മുടെ ഭരണമൊക്കെ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഹം ബ്രഹ്മാസ്മി കറക്റ്റാണ്, പക്ഷെ അതിനെ വെച്ച് പല രീതിയിലും വളച്ചൊടിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം ഈ ഉള്ള നമ്മുടെ ബ്രിട്ടീഷ് ഭരണ സമയത്തുള്ള നമ്മുടെ കുറച്ച് യുവാക്കൾ, ഈ സ്വാതന്ത്ര്യ സമരത്തിന് താല്പര്യമുള്ള കുറച്ച് പേർ,
അവരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹിസ്റ്ററി പഠിച്ചത് എങ്ങനെയാണ്? ബ്രിട്ടീഷ് ഹിസ്റ്ററിയാണ് പഠിച്ചത്. അതുകൊണ്ട് അവിടെ ധർമ്മശാസ്ത്രങ്ങളൊന്നുമില്ല. പക്ഷെ അവരൊക്കെ കുറച്ച് ബേസിക്സ് നമുക്കറിയാമായിരുന്നു. സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിൽ നിന്നും അല്ല അതൊക്കെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് ഇവിടുന്നും ഒക്കെ അറിയാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടുന്നും കുറച്ചൊക്കെ അറിയാം. അന്നേരം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ വിചാരിച്ചു, നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിക്കണമെങ്കിൽ ഇന്ത്യക്കാരെല്ലാവരും ഒന്നിച്ച് നിന്നേ പറ്റൂ. അന്നേരം അവർ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, ക്ഷത്രിയരില്ല, ബ്രാഹ്മണരില്ല കറക്റ്റായിട്ടുള്ള ഉപദേശം കൊടുക്കാൻ വേണ്ടി. അന്നേരം ഇവർ വിചാരിച്ചു, ഈ താഴെ കിടക്കുന്ന ആ ഒരു താഴ്ന്ന രീതിയിൽ, ആ ലേബർ രീതിയിൽ മാത്രം ചിന്തിക്കുന്ന, അടിമകളായിട്ട് മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഉയർത്തണം. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഫാൻ അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും എന്നറിയാമോ? ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത് വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കും, ഇനർഷ്യ കൊണ്ട്, അല്ലേ? ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതേപോലെ നമ്മുടെ ക്ഷത്രിയർ പോയി, ബ്രാഹ്മണരും ഇല്ല, പക്ഷെ താഴെയുള്ളവർ ഇപ്പോഴും അമ്പലോ വിശ്വാസികളായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കാരണം അത് അവരുടെ ഉള്ളിലങ്ങ് ആയിപ്പോയി, വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉള്ളിലിരിക്കുകയാണ്. അതുകൊണ്ട് അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ എന്തിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന അവർക്ക് അറിഞ്ഞൂടാ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളും ഇപ്പോഴും അങ്ങനെയല്ലേ? ഇപ്പോഴും നമ്മൾ ആ ഒരു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അന്നേരം പറഞ്ഞു കൊടുക്കാനുള്ള ബ്രാഹ്മണരില്ല, ഭരിക്കാനുള്ള ചങ്കുറപ്പുള്ള ക്ഷത്രിയരില്ല. അത് അങ്ങനെ തുടർന്നതാണ് ബ്രിട്ടീഷ് ഭരണം. ബ്രിട്ടീഷ് ഭരണം നമ്മുടെ അവരുടെ കീഴിലാക്കി എല്ലാത്തിനെയും. അങ്ങനെ ആ സമയത്തുള്ള വ്യക്തികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അമ്പലങ്ങളിൽ പോവും, വരും. പക്ഷെ എന്താണ് നടക്കുന്നത് അവർക്കും അറിയത്തില്ല. ഇതിൻ്റെ ഇടയിൽ യഥാർത്ഥ ബ്രാഹ്മണ്യ ഗുണങ്ങളില്ലാത്ത ബ്രാഹ്മണർ കൂടുതൽ ചൂഷണം ചെയ്യാനും തുടങ്ങി താഴ്ന്ന ആൾക്കാരെ. അന്നേരം ഇവരുടെ ഉള്ളിൽ ആ ഒരു ആ ഒരു രോഷം, അല്ലെങ്കിൽ ഒരു വിപ്ലവം, വികാരം ഇങ്ങനെ അകത്തിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. മനസ്സിലാക്കണം, നമ്മുടെ ഇന്ത്യയിൽ എന്താ നടന്നത്, കേരളത്തിൽ എന്താ നടന്നത് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം പൊതുവെ നമ്മൾ അതേപടി ഹിസ്റ്ററിയെ വിശ്വസിക്കരുത്. അന്നേരം ആ സമയത്ത് ആ രോഷം കൊണ്ട് അവരുടെ ഉള്ളിൽ നമ്മുടെ ആ സാധാരണ ജനങ്ങളുടെ ഉള്ളിൽ വലിയൊരു വികാര വിപ്ലവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവരുടെ ചിന്ത എന്താണ്? ഈ ധർമ്മം എല്ലാം തെറ്റാണ്, അമ്പല ആചാരങ്ങളെല്ലാം തെറ്റാണ്. ഇത് പ്രത്യേകിച്ച് കേരളത്തിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതേസമയത്ത് ബാക്കിയുള്ളിടത്ത് ഇതേപോലെ നടക്കുകയാണ്. എല്ലായിടത്തും ഒരു വിപ്ലവം. ഒന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണം. അന്നേരം ഈ ചൂഷണം കൂടുതലും വരുന്നത് ബ്രിട്ടീഷ് ഭരണത്തിലാണ്. പക്ഷെ ഇവരെന്താ ചിന്തിക്കുന്നത്? ഈ നമ്പൂതിരിമാരെല്ലാവരും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണരാണ് ഈ പ്രശ്നം, ഈ ശാസ്ത്രം ഇതിനകത്ത് വേർതിരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഹിസ്റ്ററി ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്രാഹ്മണ കുടുംബത്തിലുള്ള ചില കുട്ടികൾ പഠിച്ചത് എവിടെയാണ്? ഇംഗ്ലീഷ് ബ്രിട്ടീഷ് സ്കൂളിലാണ്. ആ ഹിസ്റ്ററി പഠിച്ചപ്പോൾ അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം അതല്ല അവിടെ പഠിപ്പിക്കുന്നത്. അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്? അവിടെ പഠിപ്പിക്കുന്നത് ഇത് വിഭജിച്ച് കാസ്റ്റ് സിസ്റ്റം കൊണ്ടുവരുന്നു, ഇതൊന്നും പാടില്ല എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ഡിഫറൻസ് പാടി, എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് ബ്രിട്ടീഷുകാർ ഒരേപോലെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഇന്ത്യക്കാരെ ദൂരെ നിർത്തുന്നു, അവരെ കൊണ്ട് ചെരുപ്പ് നക്കിപ്പിക്കുന്നു, അവരുടെ തോള് ഇങ്ങനെ ഫുട്ബോർഡായിട്ട് യൂസ് ചെയ്യുന്നു, കാല് വെക്കാനായിട്ട്. അന്നേരം അത് വേർതിരിവല്ലേ? അന്നേരം അവരെന്താ ചെയ്യുന്നത്? അവർ തെറ്റെന്ന് പറഞ്ഞ അതേ കരുതണ്ടല്ലേ അവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ള വ്യക്തികളല്ലായിരുന്നു അന്ന്. കാരണം നമ്മുടെ ആ യുവാക്കളെല്ലാം ആ സമയത്ത് ബ്രിട്ടീഷ് സ്കൂൾ തന്നെയാണ് പഠിച്ചുകൊണ്ട്. എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം? നമ്മുടെ ശ്രീല പ്രഭുപാദജി പറയുന്നു, ദൈവ അവബോധം പഠിപ്പിക്കാതെ ഉള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം സ്ലോട്ടർ ഹൗസ് ആണെന്നാണ് പറയുന്നത്. സ്ലോട്ടർ ഹൗസ് എന്ന് പറഞ്ഞാൽ അറവുശാലയാണെന്ന് പറയുന്നത്. ഭഗവാനെക്കുറിച്ചൊന്നും പഠിപ്പിക്കാത്ത എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണെന്നറിയാം? നമ്മുടെ കുട്ടികളുടെ ബോധത്തെ അറുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വികാസത്തെ, ആ ഒരു ബ്രോഡായിട്ട് ചിന്തിക്കേണ്ട ആ ബോധത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിവുകളെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഗുരുകുലമൊക്കെ മായപ്പൂരിലുണ്ട്. അവിടുത്തെ കുട്ടികളെ കണ്ട് എന്തു ഷാർപ്പാണെന്നറിയാം. ഞാൻ ഒരു വീഡിയോ കാണിക്കുക, അന്നേരം നിങ്ങൾക്കത് മനസ്സിലാവും. അന്നേരം അവരുടെ ആ ഒരു ചിന്താഗതി, അവരുടെ ആ നോട്ടത്തിൽ തന്നെ ഇതൊന്നും കാൽപ്പനികമല്ല. അവരുടെ ആ ഒരു തേജസ്സൊക്കെ എന്താണെന്നറിയോ സത്യം പറഞ്ഞാൽ. അതും ഇവരാരും ഇന്ത്യക്കാരല്ല. ഇവർ ആ ഒരു ഇത് വെച്ചിട്ട് അവർ യഥാർത്ഥത്തിൽ അവരുടെ ജന്മ കൺട്രിയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ പല പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. പക്ഷേ അവർ പോലും എന്തുമാത്രം അവരുടെ ആ ഒരു കുട്ടിക്കാലം മുതലേ ഇത് കണ്ടോ, ഈ കുട്ടിയുടെയൊക്കെ ഒരു എത്ര ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ, ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഏതെടുത്താലും പരസ്യമാണല്ലോ. ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. Hi, boys. You know where's Mama now? You don't know? It's upstairs. Oh, the boys. Hey, Mama. Hey, Hariba. Hier kommt Goku zu sehen. Ja? Andere Richtung soll man gehen? Ja, andere. ഇത് നമ്മുടെ മായപ്പൂർ ഗുരുകുലമാണ്. കൊച്ചു കുട്ടികളെ നോക്കി എന്തുവാണ്, ഇവരൊക്കെ റഷ്യയിൽ നിന്നുള്ള കുട്ടികളാണ് ഇവരൊക്കെ. Das ist die Küche und dann hier, das sind die Huts. Hier wird gegessen. Und dann hier ist die Küche, wo wir kochen. അവർക്ക് പാൻറ് ഷർട്ട് വേണ്ട, ജീൻസ് വേണ്ട, ടീഷർട്ട് വേണ്ട, കളിപ്പാട്ടങ്ങൾ വേണ്ട. അവർ റെസ്ലിംഗ് ഒക്കെ ചെയ്യും, Nicht auf den. Was wird hier gemacht? കുസ്തിയൊക്കെ ചെയ്യും. Jetzt ist der Tisch. Hier sind die Dinge, wo man das Essen drauf macht. അവർ നേരെ പുലർക്കെ എഴുന്നേക്കും. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് അവരുടെയൊക്കെ ആ ഒരു എന്തു പറയുന്നേ, അവരുടെ ആ ഒരു ബോധം, ചിന്താഗതി, അതൊക്കെ എന്തുവാണെന്നറിയാം. With Baiju's app, children remember their concepts ഇപ്പോൾ forever. ഇത് നോക്കണേ, ഇത് നല്ല വീഡിയോ. ഇത് ഒരു ദിവസം. I know it's been a long time since I last spoke to you. I've been thinking about you a lot lately. ഇതൊക്കെ മായപ്പൂരിലെ And കാഴ്ചകളാണ്. I guess I didn't have much to say until now. By the way, it's me, Purushottam. There's Radishan. He's 15 now, so he gets to ride the elephant. Bashai says that I could also ride up there too, but my legs are too short, so I might fall off. No one has ever fallen off the elephant before, but I don't want to be the first one. There's Baba, of course. After we left Florida, he moved us here to Mayapur because he thought this would be the best. We are servants. ഇത് കണ്ടോ, Devotional പശുക്കളെയൊക്കെ service നോക്കുന്നുണ്ടോ? makes the soul happy. Every soul's duty is to serve Krishna. Service trains us to be humble, which is essential for bhakti. We're brahmacharis, so we serve our teachers, the school, and the whole ISKCON family. That includes Mother Cow and Father Bull. But even they have to serve. ഇത് കണ്ടോ, കുട്ടികളാണ് അത് ചെയ്യുന്നത്. At the end of the day, it's worth it. If Krishna is satisfied, then we automatically feel satisfied. And when we all cooperate together in this spirit of service, the result is really nice. ബ്രേക്ക്ഫാസ്റ്റ് ആയെന്ന് പറയാ. നമുക്ക് നല്ല രീതിയിൽ അവർ കഴിക്കുകയും ചെയ്യും ഭക്ഷണമൊക്കെ. But today is actually less work than normal. Because it's Sunday, free day. We get to play. കണ്ടോ, മണ്ണിലൊക്കെയാണ് അവർ കളിക്കുന്നത്. എത്ര സ്ട്രോങ് ആണെന്നൊക്കെ അവരൊക്കെ. Go for archery. അമ്പും വില്ലും ഒക്കെ പഠിക്കും.
our parents. അച്ഛനും അമ്മയും കാണുകയും ചെയ്യും. നോക്കണേ എന്ത് രസമാണ് നോക്കണേ. അന്നേരം ഇതൊക്കെയാണ് നമ്മുടെ ഗുരുകുലം. അന്നേരം ഇതിൽ നിന്ന് വരുന്ന കുട്ടികൾ എന്തുമായിരിക്കും എന്നറിയാം. ഇതാരും നമ്മുടെ വൈദിക സംസ്കാരം. ഭയങ്കര പവർഫുൾ കുട്ടികളായിരിക്കും ഇവർക്ക്. ഇവരെ കൊണ്ട് ലോകത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ പശുവിനെയൊക്കെ നോക്കുന്നത് ഒരു ചൈൽഡ് ലേബർ എന്നുള്ള രീതിയിലല്ല, സന്തോഷത്തോടു കൂടി അവർ ചെയ്യുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വരുന്ന കുട്ടി എന്തൊരു പക്വതയുള്ളതായിരിക്കും എന്നറിയാം. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിന് പകരം എന്തു പറ്റി, ആകെക്കൂടെ നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ യുവതലമുറയിലുള്ളവരെല്ലാം ആ ബ്രിട്ടീഷ് ഹിസ്റ്ററിയെ വേദവാക്യം എന്നുള്ള രീതിയിൽ വിശ്വസിച്ചു. ഇപ്പോൾ ഇവർ പറയുന്ന വേദങ്ങളെ എങ്ങനെ വിശ്വസിക്കാം, പക്ഷെ നമ്മുടെ ഹിസ്റ്ററി എങ്ങനെ വിശ്വസിക്കാം? അതേ ചോദ്യം നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിച്ചാലോ? നമ്മൾ വേദങ്ങളെ വിശ്വസിക്കാൻ തയ്യാറല്ല, അത് ആരെങ്കിലും എഴുതിയതല്ലേ. എന്നിട്ട് ആരെങ്കിലും എഴുതിയ ഹിസ്റ്ററിയെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടോ? അന്നേരം പിന്നെ അടുത്തത്, ഈ ഹിസ്റ്ററി എല്ലാം എഴുതിയത് ആരൊക്കെയാണ്? നമ്മുടെ ബ്രിട്ടീഷ് അണ്ണന്മാരാണ് എഴുതിയിരിക്കുന്നത്. അന്നേരം അവരെഴുതിയ ഹിസ്റ്ററി നമ്മളെക്കുറിച്ച് അത്രയും വിശ്വാസം. ഞാൻ പലപ്പോഴും സത്സംഗതി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് ആരാണ് നമ്മളോട് പറയേണ്ടത്? നമ്മുടെ ആൾക്കാരാണ് പറയേണ്ടത്, നമ്മളാണ് പറയേണ്ടത്. നമ്മുടെ മുത്തച്ഛന്മാരോട് ചോദിക്കണം ഇവിടെ എന്താ നടക്കുന്നത്. നമ്മുടെ മുത്തച്ഛന്മാർ കുരങ്ങന്മാരെന്നാണല്ലോ ഇവർ പറഞ്ഞു കിടക്കുന്നത്. അത് നമ്മൾ വിശ്വസിക്കാനും തയ്യാറാണ്. അന്നേരം നമ്മുടെ വീട്ടിൽ എന്താ നടക്കേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അല്ല പുറത്തുള്ളവരല്ല. പക്ഷേ പേരിന് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടി. എന്ത് സ്വാതന്ത്ര്യമാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്? ഇന്ത്യ എന്നൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? ചിന്താഗതി ഇപ്പോഴും ഇന്ത്യക്കാരെ പോലെയല്ല, പ്രവർത്തികൾ ഇങ്ങനെയല്ല, ബോധം അങ്ങനെയല്ല, സംസാരം അങ്ങനെയല്ല, കൾച്ചർ അങ്ങനെയല്ല. എല്ലാം ബ്രിട്ടീഷ് രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അന്നേരം ഇങ്ങനെ നമ്മുടെ ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് ഈ ഒരു നമ്മുടെ അവരൊക്കെ വിചാരിച്ചു നമ്മുടെ മതപരമായിട്ട് ഈ മതമൊക്കെയാണ് എല്ലാം പ്രശ്നം ഈ മതപരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ മതത്തെ ഫുൾ മാറ്റാനും പറ്റത്തില്ല, ഈ മതമാണ് എല്ലാത്തിനും പ്രശ്നം, ഇതാണ് നമ്മുടെ വീര്യത്തെ കെടുത്തുന്നത് എന്നൊക്കെ ഇവർ വിചാരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണേ. അന്നേരം ഇവരെന്ത് ചെയ്തു എന്നറിയാം? ഇവർ വിചാരിച്ചിരുന്നത് ഈ മതമാണ് എല്ലാത്തിനും പ്രശ്നമെന്ന്. കാരണം അതാണ് ബ്രിട്ടീഷുകാരുടെ അതാണ് ഒന്ന് ആലോചിച്ച് നോക്കണം. ബ്രിട്ടീഷുകാർ എന്താണോ ഉദ്ദേശിച്ചത് അത് നല്ല ഭംഗിയായിട്ട് നടന്നു. അവർ ആദ്യം നമ്മുടെ ഇതിൽ വന്നപ്പോൾ അതിനെക്കുറിച്ചൊരു ലെറ്റർ നെറ്റിൽ കിട്ടും. അത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിൽ അദ്ദേഹം നമ്മുടെ ഈ എന്തു പറയുന്നത് ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്വീൻ്റെ UK നിന്ന് ഈ കൺവേർഷൻ ചെയ്യാൻ വേണ്ടി കുറേ പേര് ആദ്യം വന്നു. അവരെന്തിനാ മതം മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദൈവമായിട്ട് അടുപ്പിക്കാൻ വേണ്ടിയല്ല, ഭരിക്കാൻ എളുപ്പമായിരിക്കും. അതാണ് അവരുടെ ഉദ്ദേശം. കൂടുതൽ പേരും അവരുടെ അതേ മതത്തിലായിക്കഴിഞ്ഞാൽ എന്താണ്, ഭരിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ പല രീതിയിലുള്ള ചിന്തകൾ വരും. ഭഗവത്ഗീതയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മിണ്ടായിരിക്കുമോ? അധർമ്മത്തിനെതിരെ പ്രവർത്തിക്കാൻ തോന്നും. അനീതി അധർമ്മമൊക്കെ കണ്ടുകൊണ്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് അവരുടെ മെയിൻ ഉദ്ദേശം രാമായണവും മഹാഭാരതവും മാറ്റണമെന്നാണ്. നമ്മൾ നല്ല ഭംഗിയായിട്ട് അതിന് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതായിരുന്നു അവരുടെ ആവശ്യം. ഇന്നും US ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നില്ലേ? എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ അതൊന്നുമല്ല നമ്മുടെ ടോപ്പിക്. നമ്മുടെ ഇന്ത്യയിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അന്നേരം ആ ഒരു മഹാഭാരതവും ഭഗവത്ഗീതയും നമ്മുടെ രാമായണവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. നല്ല രീതിയിൽ അവരത് വിജയിച്ചു. ഇന്നും നമ്മൾ നല്ല അച്ചടക്കമുള്ള കുട്ടികളെ പോലെ അവർ പറയുന്ന കേട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. രാമായണം അതൊന്നും ആവശ്യമില്ല. നമ്മൾ മതേന്ദ്രമാണ്. ഇത് ഇപ്പോൾ കീർത്തനം ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ ചില ബുദ്ധി കൂടിയ ആൾക്കാരൊക്കെ പറയുകയാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റു മതത്തിൻ്റെ കീർത്തനവും വേണ്ടേ? എല്ലാം അതൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഒന്നും ഇല്ലാത്തതാണ്. അതായത് മതേന്തരം എന്ന് പറഞ്ഞിട്ട് ആ മതേന്തരത്തിൻ്റെ പേരിൽ നിരീശ്വരവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. ഒന്ന് ആലോചിച്ച് പോകണേ. ഇപ്പോൾ എല്ലാ വ്യക്തികൾക്കും അവരവരുടെ മതം ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞാൽ പ്രശ്നമാണ്, കീർത്തനം ചെയ്താൽ പ്രശ്നമാണ്. അതൊന്നും പാടില്ല. എല്ലാവർക്കും അവരവരുടെ ഇത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പാടില്ല. സെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും ചെയ്യാൻ പാടില്ല.
ഒരു ഗ്രന്ഥങ്ങളും വായിക്കാൻ പാടില്ല, ഒരു കീർത്തനവും ഒന്നും ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാതിരിക്കണം. അതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമ്മൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കുക. നമ്മൾ കുറഞ്ഞ പക്ഷം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ ചെയ്യണം. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഇടയിൽ കൊടി പിടിക്കുക അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എൻ്റെ മലയാളം കുറച്ചത്ര പോകില്ല, മതേതരമാണല്ലേ, എനിവേ സെക്യുലർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അന്നേരം ആ ഒരു സെക്യുലറിസത്തിൻ്റെ പേരിൽ പലപ്പോഴും നിരീശ്വരവാദമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ആ നിരീശ്വരവാദത്തെ നമ്മൾ മാറ്റിയിട്ട് ശരി ഏതെങ്കിലും ഒരു മതം ആചരിക്കൂ, ഏതെങ്കിലും ഒരു മതം ഫോളോ ചെയ്യൂ, ഏതെങ്കിലും ഒരു റിലീജിയൻ ഫോളോ ചെയ്യൂ. അത് ഫോളോ ചെയ്തിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആചരിക്കാൻ ശ്രമിക്കൂ. അതുമില്ല, ഒന്ന് ആലോചിച്ച് നോക്കണേ. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ സ്വാതന്ത്ര്യ സമരത്തിലുള്ള ആ വ്യക്തികളൊക്കെ അവരൊക്കെ വിചാരിച്ചു ഇതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്തെന്നറിയാം. നമ്മുടെ റിലീജിയനിലുള്ള കോൺസെപ്റ്റൊക്കെ, നമ്മുടെ ശാസ്ത്രത്തിലുള്ള കോൺസെപ്റ്റിനെ കൊണ്ടുവന്നിട്ട് അതിൽ സോഷ്യൽ വർക്ക് കയറ്റി. അതാണ് അവർ ചെയ്തത്. അവരാണ് കൊണ്ടുവന്നത് മാനവ സേവ ചെയ്ത് കഴിഞ്ഞാൽ അത് മാധവൻ്റെ സേവയാണ്. ഇതേത് ശാസ്ത്രത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ അർത്ഥം സോഷ്യൽ വർക്ക് ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ ഉള്ളിലെ ചിന്ത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ഒത്തുകൂടിയത്. അന്നേരം ജനങ്ങളെ സേവിച്ചു കഴിഞ്ഞാൽ അത് ജനാർദ്ദൻ്റെ സേവയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഒത്തുകൂടിപ്പിച്ചു. അന്നേരം ദരിദ്ര നാരായണൻ, ഇവരെല്ലാം നാരായണനാണ്, എല്ലാവരും ദുഃഖം അനുഭവിച്ചുകൊണ്ട് അവരെല്ലാം ദരിദ്ര നാരായണന്മാരാണ്, അവരെ നമ്മൾ സഹായിക്കണം, അന്നേരം നാരായണ തൃപ്തനാകും എന്നുള്ള ഫിലോസഫികളൊക്കെ കൊണ്ടുവന്നു. പിന്നെ അവർ നോക്കിയപ്പോൾ ചില ആൾക്കാർ ഈ ദേവനെ ആരാധിക്കും, ചില ആൾക്കാർ ഈ ദേവനെ ആരാധിക്കുന്നു. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം, എല്ലാം ഒന്നാണ്, ആരെ പൂജിച്ചാലും അത് എത്തുന്നത് ഒരിടത്താണ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്തു? പല പല ഗ്രന്ഥങ്ങൾ എഴുതി, പല പല ബുക്സ് എഴുതി. ആ ബുക്സിനെ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അത് ആരാ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ചും കൂടെ വിദ്യാഭ്യാസമുള്ളവർ കൂടുതൽ പഠിച്ചു. അങ്ങനെ പഠിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ ആയിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്നാണ് ഈ തത്വമൊക്കെ വരുന്നത്. എല്ലാം ഒന്നാണ്, ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് പിന്നെ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവരെ ഇവിടെ മോർച്ചയ്ക്കൊന്നും കിട്ടത്തില്ല, കൊടി പിടിക്കാനോ അതിനൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് പറഞ്ഞ് എല്ലായിടത്തും കൊണ്ട് നമ്മൾ ഇതാണ് അത്യാവശ്യം. അങ്ങനെ പല രീതിയിലും പറഞ്ഞ് ആൾക്കാരെ എല്ലാവരെയും ഒത്തുകൂടിപ്പിക്കാൻ വേണ്ടിയാണ് പരിശ്രമിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് 10 ദിവസം ഗണേഷ് ഫെസ്റ്റിവലൊക്കെ നടക്കും. ആ ഗണേഷ് ഫെസ്റ്റിവൽ തുടങ്ങിയത് തന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ഒന്ന് ഒത്തുകൂടിപ്പിക്കാൻ വേണ്ടിയാണ്. 10 ദിവസം ഗണപതിയെ പൂജിച്ചതിന് ശേഷം പൊതുവെ ആ വെള്ളത്തിൽ കൊണ്ട് വിസർജിപ്പിക്കും. അന്നേരം ആ വിസർജനം എന്ന് ഉദ്ദേശിച്ചത് വിസർജനം എന്നാണ് അവർ പറയുന്നത്, അതാണ് ഞാൻ വാക്ക് ഉപയോഗിച്ചത്. അന്നേരം അവിടെ വെള്ളത്തിൽ അങ്ങ് ഒഴുക്കുകയാണ് ഗണപതിയെ. അന്നേരം ആ ഒരു തത്വം എന്ന് പറയുന്നത് ശാസ്ത്രം അനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടെ ആ ഒരു പൂജ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേരിലെങ്കിലും ആൾക്കാർ ഒത്തുകൂടട്ടെ എന്ന് പറഞ്ഞിട്ട് ബാൽ ഗംഗാധർ തിലക് അല്ലെങ്കിൽ ലോക്മാന്യ തിലക് അദ്ദേഹമാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം പല രീതിയിലുള്ള ഫെസ്റ്റിവലും അങ്ങനെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ, അതാണ് ഞാൻ പറയുന്നത്, ഇത് ശാസ്ത്രം അനുസരിച്ച് ഇതൊന്നും പറയുന്നില്ല, വെള്ളത്തിലിടുന്നത് എന്തിനാണെന്നൊക്കെ. അന്നേരം അതൊക്കെ അവരുടെ കാര്യം, നമ്മൾ അതിൽ കൂടുതൽ ഇടപെടുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? ആ സമയത്ത് എല്ലാവരെയും ഒന്ന് ഒത്തുകൂടിപ്പിക്കാൻ വേണ്ടി ആ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ആ ശാസ്ത്രം യഥാർത്ഥത്തിൽ ഭഗവത്ഗീത ഭാഗവത തത്വങ്ങൾ പഠിക്കാതെ അന്ന് നമ്മൾ കേട്ട് അറിഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പോഴും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവർ പല രീതിയിലും ശാസ്ത്ര വചനങ്ങളെയൊക്കെ കുറച്ച് വളച്ചൊടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് എല്ലാം ഒന്നാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമും അതൊക്കെ ഒരുവിധം ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. അന്നേരം ഇപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഭഗവത്ഗീത ഭാഗവതമൊക്കെ നല്ലപോലെ പഠിച്ചിട്ട് യഥാർത്ഥത്തിൽ ശാസ്ത്രവശങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുക. അന്നേരം എന്താവും?
ബ്രിട്ടീഷുകാരും മോഗൾസും വരുന്നതിന് മുമ്പേ ഏത് വൈദിക സംസ്കാരമാണോ ഉള്ളത് അത് നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റും. എങ്ങനെ റിവൈവ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെല്ലാവരും പല പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നവരാണ് അല്ലേ? പല പല കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവരും സമൂഹത്തിൽ ഒരു സ്ഥാനം നിർവഹിക്കുന്നവരാണ്. അന്നേരം ഭഗവത്ഗീത ഭാഗവതം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ എന്താണ്? അത് തന്നെയായിരുന്നു വൈദിക സംസ്കാരവും. വൈദിക സംസ്കാരം അനുസരിച്ച് എന്താണ്? ക്ഷത്രിയർ ശാസ്ത്ര വചനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തിയിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം വിസർജനമല്ല നിമഞ്ജനം. പക്ഷേ മഹാരാഷ്ട്രയിൽ വിസർജനം എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ട് ആ വാക്ക് യൂസ് ചെയ്യുന്നത് അറിയത്തില്ല. ഗണപതി വിസർജനം ഫെസ്റ്റിവൽ അങ്ങനെ എന്തൊക്കെയോ അവർ പറയും. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, അന്നേരം ഈ ഭഗവത്ഗീത ഭാഗവത തത്വമൊക്കെ പഠിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേഖലകളിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണവും അതുകൂടാതെ നമ്മുടെ മോഗൾസ് വരുന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നു നമ്മുടെ സമൂഹം നടന്നുകൊണ്ടിരുന്നത് അത് വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അന്നേരം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്തിനാണ് ഈ ഗ്രന്ഥ വിതരണം ചെയ്യുന്നതെന്ന്? അതായത് നമ്മുടെ തല ഇല്ലാതെ ഇരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോൾ തലയില്ല, കൈകളും ഇല്ല, കാല് മാത്രം ഇട്ടിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കിയിരിക്കുക. അന്നേരം ഈ തല എന്ന് പറയുന്നത് ബ്രാഹ്മണരാണ്. ശാസ്ത്ര വശങ്ങൾ അറിഞ്ഞ് ശാസ്ത്രങ്ങൾ പഠിച്ച് ജീവിക്കുന്ന ആൾക്കാരെയാണ് ബ്രാഹ്മണരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിലും അവർ അവരുടെ ക്ഷേത്ര ആചാരങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ആൾക്കാരാണ്. സമൂഹവുമായിട്ടൊരു ബന്ധമില്ല അവർക്ക്. സമൂഹത്തിൽ എന്തെങ്കിലും ഈ ശാസ്ത്ര വചനങ്ങളെ പ്രചരിപ്പിക്കണമെന്നോ ആൾക്കാരെ ബോധവൽക്കരിപ്പിക്കണമെന്നുള്ളൊരു താല്പര്യം അവർക്കില്ല. അഥവാ ബോധവൽക്കരിക്കണോ എന്ന് പറഞ്ഞ് പുറത്ത് പ്രഭാഷണം എടുക്കുന്നവരെല്ലാം ദക്ഷിണ മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അതിൻ്റെ പേരിൽ ദക്ഷിണ മേടിച്ച് അതിന് ഉപജീവനം എന്നുള്ള രീതിയിൽ കണക്കാണ്. അന്നേരം ഉപജീവനം മേടിക്കുമ്പോൾ എന്താണ്? ഇത് അവർക്ക് ഇഷ്ടപ്പെടുന്നതേ പറയാൻ പാടുള്ളൂ, സത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. മനസ്സിലാക്കിയോ? അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്. അന്നേരം ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം. ഇത് ഞാൻ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ആളായതുകൊണ്ട് പറയുന്നില്ല, ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. ചിലപ്പോൾ ചിലവരൊക്കെ തെറ്റിദ്ധരിക്കും. അന്നേരം ഈ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തലയെ കട്ടായിപ്പോയ തലയെ തിരിച്ചു വയ്ക്കുക. ശാസ്ത്ര വശങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. അന്നേരം നിങ്ങളാണ് അത് ചെയ്യേണ്ടത്, നമ്മളെല്ലാവരുമാണ് അത് ചെയ്യേണ്ടത്. അന്നേരം ശാസ്ത്രവചനം അനുസരിച്ച് നമ്മുടെ ഓഫീസിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതുകൂടാതെ നമ്മുടെ വീട്ടിലും ഭഗവാന്റെ വചനങ്ങൾ അനുസരിച്ച് ചെയ്യുന്നു. അന്നേരം എന്താവും? വീണ്ടും ആ ഒരു വൈദിക സംസ്കാരം തിരിച്ചു വരികയാണ്. അന്നേരം ആ ബ്രാഹ്മണർ, അതായത് ശാസ്ത്രവശം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ക്ഷത്രിയരും റെഡിയായി. അന്നേരം ആ നേതൃത്വം വഹിക്കുന്ന വ്യക്തികൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ താഴെയുള്ള വ്യക്തികൾ എന്താവും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ദിശയില്ലാതെ അവർ ഇങ്ങനെ ചെയ്തു. ഫാൻ നിർത്തി, പക്ഷെ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ ചെയ്യുന്നത്? എന്തിനാണ്? സത്യം പറഞ്ഞാൽ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു, വരുന്നു, എന്താണ് ഒന്നും അറിയത്തില്ല. കാരണം എന്താണ്? അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആൾക്കാർ പഠിപ്പിക്കുന്നില്ല. ആരാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ബ്രാഹ്മണർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആരാണ് ബ്രാഹ്മണർ? ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അത് വളരെ കുറവാണ്. അന്നേരം ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ആരും ഇല്ല, ഇവിടെ അനീതി നടക്കുന്നു, അധർമ്മം നടക്കുന്നു, എന്താണ് ആരും ഒന്നും ചെയ്യാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടി എത്രയും ബെറ്ററാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. നമ്മൾ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ എന്താണ്? ഒരാളെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ വരും. അങ്ങനെ നമ്മൾ 2 പേരായി. 2 പേര് ഇത് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ എന്താണ്? ആരെങ്കിലും വീണ്ടും 2 ആൾക്കാർ വരും. അങ്ങനെ ക്രമേണ നമുക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തതാണ് ശ്രീല പ്രഭുപാദ്. അതാണ് ലോകമെമ്പാടും വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചത്. ഇന്നും നമ്മുടെ ഭഗവത്ഗീത ഭാഗവതമൊക്കെ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീല പ്രഭുപാദിയുടെ കൃപ കൊണ്ടാണ്. ബാക്കി പല ആൾക്കാരും ഭഗവത്ഗീത പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഭഗവത്ഗീതയാണ്. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് ആർക്കും അറിയത്തില്ല. എഴുതിയ ആൾക്കും അറിയത്തില്ല, വായിക്കുന്ന ആൾക്കാർക്കും അറിഞ്ഞൂടാ. ഇതാരും കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല. യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണൻ
ഉദ്ദേശിച്ചത് എന്താണ്? അർജുൻ ഗാന്ധീവം എടുക്കണം, യുദ്ധം ചെയ്യണം, അതിനു വേണ്ടിയാണ് ഭഗവത്ഗീത. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. അല്ലാതെ അവിടെ ഒരു ഭഗവത്ഗീത കൊടുക്കുന്ന, പ്രഭാഷണം കൊടുക്കുന്ന ഒരു ആചാര്യനാക്കി മാറ്റാനല്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന കുറേ ആചാര്യൻ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. ആചാര്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ആചരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആചാര്യൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. ആചാര്യൻ എന്ന വാക്കെന്ന് പറഞ്ഞാൽ വലിയ വലിയ വെയിറ്റുള്ള വാക്കാണ്. ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആചരണം ചെയ്യുന്ന ആൾ, ശാസ്ത്രവചനങ്ങൾ ആചരണം ചെയ്യുന്ന ആളാണ് ആചാര്യൻ എന്ന് പറയുന്നത്. ആചരിക്കാത്ത ആൾക്കാരെ നമുക്ക് എങ്ങനെയാണ് ആചാര്യൻ എന്ന് പറയാൻ പറ്റുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീല പ്രഭുപാദ് എത്ര എല്ലാവർക്കും പ്രചോദനം കൊള്ളുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരവും പ്രവൃത്തിയും. ഇത്രയും ലോകമെമ്പാടും ഒന്ന് ആലോചിച്ചു, ഒരു ബ്രിട്ടീഷുകാരുടെ കുട്ടികൾ പോലും ഗുരുകുലത്തിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ എന്തുമാത്രം അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്തു നോക്കണേ. നമ്മുടെ കുട്ടികളെ നമ്മൾ വിടുവോ ഗുരുകുലത്തിൽ? നമ്മളെന്താ ചെയ്യുന്നത്? ഈ ഗുരുകുലമൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം ഫ്യൂച്ചർ എന്താവും? ഇതാ നമ്മൾ ആകെ കൺഫ്യൂസ്ഡാണ്. നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അവർ ഒരു എൻജിനീയർ ആവണം, അവർ ഡോക്ടറാവണം. എന്നിട്ട് എന്താണ്? മാസം 1 ലക്ഷം രൂപ കുറഞ്ഞത് ശമ്പളം വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ 1 ലക്ഷം രൂപ സാലറി കിട്ടിക്കഴിഞ്ഞാൽ 99,999 രൂപയുടെ ലോൺ എടുക്കണം. ലോൺ എടുത്തിട്ട് എന്തിനാണ് ലോൺ എടുക്കുന്നത്? അത്രയും രൂപയുടെ ഒരു വീട് മേടിക്കണം. എന്നിട്ട് ജീവിതകാലം വരെ ഒരു 20-25 വർഷം വരെ ആ ലോൺ അടച്ചടച്ച് ജീവിക്കണം. ഇതാണ് നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ടത്. എന്നിട്ട് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ അമേരിക്കയിലാണ്. പിന്നെ എവിടെയാണ്? എൻ്റെ മകൻ ഓസ്ട്രേലിയയിലാണ്, എൻ്റെ മകൻ UK-യിലാണ്. അഭിമാനത്തോടു കൂടി നമ്മൾ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും തെറ്റല്ല, കുറ്റം പറയുന്നതല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇതല്ല നമ്മുടെ യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കുട്ടികളെ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പറഞ്ഞയക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവരെവിടെ കാണും? അവരവിടെ ഇരുന്നാൽ മതിയോ? ഒന്ന് ആലോചിച്ച് നോക്കുക. കുട്ടിക്കാലം മുതൽ അവരെ നമ്മൾ വളർത്തി, എന്നിട്ടൊരു പ്രായമായി പൊയ്ക്കോ, എവിടെയെങ്കിലും വീട്ടിൽ കുത്തിയിരുന്ന ഉടനെ ബന്ധുക്കൾ പറയാം, ഇവന് ജോലിയൊന്നും ആയിട്ടില്ലേ, ഇവനെന്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? കുട്ടിക്കാണ് ടെൻഷൻ. വീട്ടിലിരുത്ത് കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ലെന്നുള്ള. മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, വരവേൽപ്പ് എന്ന് പറയുന്നത്. അതേപോലെ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനും സമ്മതിക്കത്തില്ല. അവസാനം അദ്ദേഹത്തെ തിരിച്ച് പറഞ്ഞയച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ ഇന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരൊന്നും ചെയ്യുന്നില്ലെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവരെ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ നമ്മൾ അനുവദിക്കണം. അതിന് പകരം നമ്മൾ ഓരോന്നും ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നല്ല ബുദ്ധിയുള്ള കഴിവുള്ള കുട്ടികളെല്ലാം പറഞ്ഞയക്കും. പിന്നെ ബാക്കി വരുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ തന്നെ നിങ്ങളൊന്നും ബുദ്ധിപരമായിട്ടൊന്ന് ആലോചിക്കൂ. എല്ലാ ബുദ്ധിയും കഴിവുമുള്ള കുട്ടികളെല്ലാം കേരളത്തിൽ നിന്ന് പുറത്തു പോകും. എന്നാൽ ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? പിന്നെ എങ്ങനെയാണ് കേരളം നന്നാവുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞ്. നമ്മുടെ ഭാരതം എങ്ങനെ നന്നാവും? ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെല്ലാം മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യണം, ഇതിൽ എന്താ പറയുക, ഗൂഗിളിൽ വർക്ക് ചെയ്യണം. ഇന്ത്യയിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നിൽക്കാൻ പാടില്ല, ഒരിക്കലും നിൽക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് നമ്മുടെ കഴിവുകളും ബുദ്ധിയും ഉപയോഗിച്ചിട്ട് ആ ഗൂഗിളും പല പല കമ്പനികളും ഒക്കെ വലിയ തലപ്പത്തെത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സ് ഇന്ത്യയിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. യൂട്യൂബിനും ഗൂഗിളിലും ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ലഭിക്കുന്ന ഇന്ത്യയിൽ നിന്നാണ്. എന്നിട്ട് അവിടെ പ്രവർത്തിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ എൻജിനീയേഴ്സ്, അതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന CEO ഉൾപ്പെടെ എല്ലാവരും ആരാണ്? ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാർക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ചിലപ്പോൾ കൂടിപ്പോകും, പക്ഷേ ഇവിടെ ഒരു ഗൂഗിളോ ഇവിടെ ഒരു അങ്ങനെയുള്ള സാധനം ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ കുട്ടികളെ എല്ലാം പറഞ്ഞയക്കും എന്നുള്ളത്, അത് ചെയ്ത് എന്നിട്ട് അവരെന്ത് ചെയ്യും? അവിടുന്ന് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർ വരുന്നത് പോലെ വല്ലപ്പോഴും ഒക്കെ വരാൻ പറ്റുമോ? വരാൻ പറ്റത്തില്ല. അമേരിക്കയിലാണ്. അവിടുന്ന് എന്ത് പറയുന്നത്, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് മേടിച്ചിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തന്നെ 1 മാസത്തെ സാലറി അങ്ങോട്ടങ്ങ് പോകും. ഒന്ന് ആലോചിച്ച് പോകണം എല്ലാം കൊണ്ട്. എന്നിട്ട് വന്നതിന് ശേഷം കൂട്ടത്തിൽ 2 ദിവസം കൂടി ഇരിക്കാൻ പറ്റുമോ? അവിടെ വലിയ ജോലിയാണ്. എന്നിട്ട് അവർ 25-ാമത്തെ വയസ്സ് മുതൽ 50-ാമത്തെ വയസ്സ് വരെ ജോലി ചെയ്യും.
നമ്മൾ അന്നേരത്തേക്ക് 50-ാമത്തെ വയസ്സ് തുടങ്ങി, അവർ ജോലി ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് 50-ാമത്തെ വയസ്സ് മുതൽ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് നമ്മുടെ കുട്ടികൾ വേണ്ടുന്ന അതേ സമയത്ത് അവരവിടെയാണ്. എന്നിട്ട് അവർ നമ്മളെ കാണാൻ വരുന്ന എപ്പോഴാണ് നമ്മൾ അത്രത്തോളം സീരിയസ് ആണ്. ക്ഷമിക്കണം, ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമായിട്ട് ഞാൻ ഇതൊക്കെ പറയുകയാണ്. അന്നേരം വിളിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട്, സുഖമാണോ? ആ സുഖമില്ല മോനെ, ഒന്ന് വന്നിരുന്നേ കൊള്ളായിരുന്ന, ഡോക്ടറിൻ്റെ ഒന്ന് കൊടുക്കാം. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കാം, സീരിയസ് ആണോ? സീരിയസ് ആണെങ്കിൽ ഞാൻ സീരിയസ് അല്ലെങ്കിൽ വരത്തില്ല. ഇനി സീരിയസ് ആയാലും ജീവൻ പോയാലേ വരത്തുള്ളൂ. ഇതൊക്കെ പാവയ്ക്ക പോലെ നിങ്ങൾക്ക് തോന്നും, കയ്പായിട്ട് തോന്നും, പക്ഷെ സത്യമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് പോകും, ജീവൻ പോയാൽ മാത്രമേ കാണാൻ വരത്തുള്ളൂ. ജീവൻ പോയിട്ട് പിന്നെ വന്നിട്ട് ആരെ കാണാൻ വേണ്ടിയാണ്? ആരെ കാണിക്കാൻ വേണ്ടിയാണ്? അതിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കുട്ടികളെ വളർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവർ വലുതായതിനു ശേഷം എന്തെങ്കിലുമൊക്കെ നമുക്ക് അവർ ചെയ്യും എന്നുദ്ദേശിച്ചിട്ടാണ്. നമ്മൾ അവരെ പഠിപ്പിക്കുന്നത് എന്താണ്? എല്ലാം കാശ് 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 എന്നുള്ള രീതിയിൽ പഠിപ്പിക്കുകയാണ്. അവരതിൽ പഠിക്കുന്നു, അവരത് കാശുണ്ടാക്കാൻ പഠിക്കുന്നു, നല്ല എക്സ്പേർട്ടായിട്ട് പഠിക്കുന്നു. അതിന് മാത്രമേ അവർക്ക് അറിയാവത്തുള്ളൂ. എന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? പലപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ഓൾഡായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. അവരെ കാണുമ്പോൾ അവർ പാവം കുട്ടിക്കാലം മുതലേ അവരിത്രയൊക്കെ കഷ്ടപ്പെട്ടു. യുവാവസ്ഥയിൽ അവരെല്ലാം കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്തു, അവരുടെ മക്കളെയെല്ലാം വളർത്തി പല രീതിയിലും. അതിനുശേഷം ശാസ്ത്രം പഠിക്കാൻ വേണ്ടി അവർക്ക് സമയം കൊടുത്തു എന്ന് വെച്ചാൽ അതുമില്ല. അതിനുശേഷം ഒരു 50-60 വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭഗവത്ഗീത തത്വം മനസ്സിലാവുന്നത്? എങ്ങനെയാണ് ഭാഗവത തത്വം മനസ്സിലാവുന്നത്? എന്നെ ഒരു അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, 63 വയസ്സാണ് പാവം, വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല. അമ്മ വിളിച്ചിട്ട് പറയും, മോനെ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല കേട്ടോ, പക്ഷെ നീ പറയുന്ന എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നു അത് കേട്ടപ്പോൾ. എന്നിട്ട് അമ്മ പറയുവാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് പക്ഷെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് അതിൽ ക്ലാസ് കൊടുത്തോണ്ടിരുന്നപ്പോൾ മോൻ നമ്പർ പറഞ്ഞില്ലേ, അന്നേരം ആ ഫോൺ നമ്പർ ഞാൻ ഡയൽ ചെയ്തു. എന്നിട്ട് വിളിച്ചു, കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അന്നേരം ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പല സേവനത്തിലായിരിക്കും. അന്നേരം ആ സേവനത്തിനിടയിൽ ചിലപ്പോൾ ഫോൺ സൈലൻ്റ് ആയിരിക്കും. പക്ഷേ അന്നേരം അമ്മ കിട്ടിയപ്പോഴത്തേക്ക് അമ്മയുടെ സന്തോഷം പറയാൻ ഇല്ല. അമ്മ പറയുവാണ്, മോനെ എന്തുമാത്രം സന്തോഷമായെന്നറിയാമോ? ഇപ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ല മോനെ, ഞാൻ കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. എപ്പോഴൊക്കെയോ ഒരു ജപമാല കിട്ടിയിട്ടുണ്ട്, ഞാൻ കറക്റ്റായിട്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 20 മാല എല്ലാ ദിവസവും ജപിക്കുന്നുണ്ട്. പക്ഷെ മോനെ ഭഗവത്ഗീത പഠിക്കാൻ പറ്റുന്നില്ല, ഭാഗവതമൊന്നും പഠിക്കാൻ പറ്റില്ല, എനിക്ക് വലിയ വിഷമമാണ്, കണ്ണ് കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, അമ്മ ഒന്നും പഠിക്കണ്ട, നാമം ജപിച്ചാൽ മതി. ഈ ഭഗവത്ഗീത ഭാഗവതമൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയാണോ പഠിക്കുന്നത്, അത് അവസാനം എത്തുന്നത് നാമജപത്തിന് വേണ്ടിയാണ്. അന്നേരം ഇത്രയൊക്കെ പഠിച്ചിട്ട് നമുക്ക് നാമം ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ പണ്ഡിതനാണെന്ന് പറഞ്ഞത് നടക്കുന്നത്? എന്താണ് ഉപയോഗം? ഒരു ഉപയോഗമില്ല. പക്ഷെ ആ അമ്മ എല്ലാ ദിവസവും 20 മാല ജപിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമായി. അന്നേരം ഇതെല്ലാം ഗുരുവായൂരപ്പൻ്റെ വലിയൊരു മായാജാലമാണ്. അതിൽ എന്തോ ഒരു നിമിത്തമായിട്ട് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, ആർക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മുടെ ശാസ്ത്രം എന്താണ്, നമ്മുടെ കൾച്ചർ എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നമ്മുടെ കുട്ടികളെ കാശുണ്ടാക്കാൻ മാത്രം പഠിപ്പിച്ച് നമ്മുടെ കൾച്ചറും ഒന്നും പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ കൾച്ചറിൻ്റെ പകുതിയെ നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ആചരിക്കും. എന്നിട്ട് അവരുടെ കുട്ടികൾ എന്ത് പഠിപ്പിക്കും? അവരെന്ത് പഠിക്കുന്നത്? അവരുടെ പകുതി. അങ്ങനെ പകുതിയായി ഇപ്പോൾ നമ്മുടെ കൾച്ചറെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതേസമയത്ത് ഇപ്പം കണ്ടില്ലേ, മായപ്പൂർ ഗുരുകുലത്തിൻ്റെ ഞാൻ വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിൽ ആ കുട്ടികളെ കണ്ടില്ലേ, എന്തോ അവരുടെ മുഖത്തുള്ള ഒരു ഐശ്വര്യം, എന്താണ് അവരുടെ ഒരു തേജസ്. അവർക്ക് TV ഇല്ല, ഫ്രിഡ്ജില്ല, ഒന്നുമില്ല, പശുവിൻ്റെ കൂട്ടത്തിലാണ് അവരുടെ ജീവിതമൊക്കെ. പക്ഷേ അവർ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോൾ, 20-21 വയസ്സൊക്കെ ആകുമ്പോൾ അവർ പുറത്തു വരും. പുറത്തു വന്നതിന് ശേഷം അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് താല്പര്യം? ഇവിടെ തന്നെ നിൽക്കാനാണോ അതോ പുറം ലോകത്തിൽ പോകാൻ താല്പര്യമുണ്ടോ?
അന്നേരം ചില കുട്ടികൾക്ക് താല്പര്യമുണ്ട്, യെസ് എനിക്ക് പുറത്ത് പോകണമെന്നുണ്ട്, ഗൃഹസ്ഥ ജീവിതത്തിലോട്ട് പോകണമെന്ന് പറയും. അന്നേരം ഗൃഹസ്ഥ ജീവിതത്തിൽ 2 ഓപ്ഷനുണ്ട്. ഒന്ന് പുറം ലോകത്തിൽ വർക്ക് ചെയ്തിട്ട് ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത്, അതോ അമ്പലത്തിൽ തന്നെ പല പല സേവനം ചെയ്ത് അതിൻ്റെ സാലറിയോട് കൂടി. അന്നേരം ചിലവർ പറയും അമ്പലത്തിൽ തന്നെ, ചിലവർ പറയും എനിക്ക് പുറം ലോകത്തിൽ പോകണം, അവിടെ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. നമ്മൾ വിചാരിക്കും ഇത്രയും കാലം ഗുരുകുലത്തിൽ ഇരുന്നുകൊണ്ട് പുറം ലോകത്ത് പോയ ഫെയിലിയർ ആണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അവരൊക്കെ വലിയ വലിയ പോസ്റ്റുകളിലാണ് കുട്ടികൾ. അവരൊക്കെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും അവർക്ക് കുറച്ച് സമയം കൊണ്ട് പടാന്ന് പഠിച്ചെടുക്കാൻ പറ്റും അവർക്ക്. കാരണം ഭയങ്കര ഷാർപ്പ് ബുദ്ധിയാണ്. അവരുടെ ആ ഒരു കുട്ടിക്കാലം മുതലുള്ള ആ ബ്രഹ്മചര്യത്തിൻ്റെ വ്രതം, തപോബലം, അവരുടെ ആ യോഗബലം, ഇതെല്ലാം കൂടെ വർക്കൗട്ടാവും. ഈ ലോകത്തിൽ ഏത് കാര്യം, കമ്പ്യൂട്ടർ പോയിട്ട് റോക്കറ്റ് ആണെങ്കിൽ പോലും അവർ ഒരു നിമിഷം അതിൻ്റെ പുറകെ മനസ്സ് വെച്ചാൽ മതി. ഒരു നിമിഷം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവർക്ക് പഠിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, ഈ മനസ്സ് ഉപയോഗിച്ച് എന്താണ് ചെയ്യാൻ പറ്റാത്തത്? നമ്മൾ പല പ്രാവശ്യവും സത്സംഗത്തിൽ ചർച്ച ചെയ്തില്ലേ, നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഒരു ആനയെ പോലെയാണ്. നമുക്ക് ബലമൊന്നും ഇല്ലെങ്കിലും ആനയെ ഒന്ന് നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ആനയെ കൊണ്ട് നമുക്ക് എന്താണ് ചെയ്യിപ്പിക്കാൻ പറ്റാത്തത്? ഒരു വീട് പൊളിക്കാൻ പറ്റും. വലിയ ശക്തമായിട്ടുള്ള മരം ആന ഒന്ന് ചവിട്ടിയാൽ മതി, തീർന്നു. ഒന്ന് തള്ളിയാൽ മതി, തീർന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇന്നത്തെ ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അന്നേരം നാരദ മഹർഷി പറയുകയാണ്, ആ ഒരു ഭഗവാന്റെ ഇതൊക്കെ കേട്ട് നമുക്ക് ആ ശ്ലോകം ചർച്ച ചെയ്യാം. 39ാമത്തെ ശ്ലോകമാണ്. ഇമം സ്വനിഗമ ബ്രഹ്മ നവേത്യ മധുനിഷ്ഠിതം അദാത്മേ ജ്ഞാനമൈശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ. എന്താണ് പറയുന്നത്? അല്ലയോ ബ്രാഹ്മണ, ഇപ്രകാരം വേദങ്ങളിലെ അതീന്ദ്രിയ വിഭാഗങ്ങളിൽ നിരന്തര ആവർത്തനം ചെയ്യുന്ന അതീന്ദ്രിയ ഭഗവത് ജ്ഞാനത്താൽ പ്രഥമമായി ഞാൻ സമ്മാനിതനായി, അനന്തരം ആത്മീയ ധനസമൃദ്ധിയാലും പിന്നീട് ഭഗവാന്റെ ഉറ്റപ്രേമയുത സേവനത്താലും സമ്മാനിതനായി. അതായത് ഭഗവാനെക്കുറിച്ച് കേട്ടപ്പോൾ അതീന്ദ്രിയ ജ്ഞാനം ലഭിച്ചു. അതീന്ദ്രിയ ജ്ഞാനം ലഭിച്ചതിന് ശേഷം എന്താണ്? ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ധികൾ ലഭിച്ചു, ഉയർന്ന സിദ്ധികൾ ലഭിച്ചു. ആ സിദ്ധികൾക്കും അപ്പുറത്തായിട്ട് എന്താണ്? ആ ഭഗവാന്റെ ലോകത്തിലേക്ക് ഭഗവാനും അദ്ദേഹവുമായിട്ടുള്ള നാരദ മഹർഷിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലായി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് സത്യം പറഞ്ഞാൽ ഭഗവാനെ കുറിച്ചല്ല. കുറഞ്ഞ പക്ഷം നമ്മുടെ കൾച്ചറെങ്കിലും നമ്മൾ സംരക്ഷിക്കണം. കുറഞ്ഞ പക്ഷം സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമെങ്കിലും നമ്മുടെ കുടുംബത്തിൽ വേണം. ഇതൊരു ബേസിക് കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുന്നു, അതും നമുക്കില്ല, ഭഗവാനും ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് പോലും നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയത്തില്ലെന്നുള്ളതാണ്. നമ്മൾ പറയാം നമ്മൾ ബിസിയാണ്. എന്തിനു ബിസി? അന്നേരം ഉടനെ പറയും കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണോ ഇത്രയും ബിസി ആയിട്ടിരിക്കുന്നത്? അതിൻ്റെ അർത്ഥം നമുക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അതാണ് പൊതുവേ സത്സംഗത്തിനൊക്കെ ചിലപ്പോഴൊക്കെ വിളിക്കുമ്പോൾ ആൾക്കാർ പറയും, ഇപ്പോഴല്ല കൊറോണയ്ക്ക് മുമ്പേയൊക്കെ ഞാൻ തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായാലും ചിലവരെ വിളിക്കും, സ്വാമിജിക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ നമ്മുടെ കഞ്ഞുകുടിയുടെ കാര്യമല്ലേ. എന്നിട്ട് ഞാൻ പറയും, കഞ്ഞു കുടിക്കാൻ വേണ്ടിയാണോ ഇത്രയും വർക്ക് ചെയ്യുന്നത്? എങ്കിൽ പിന്നെ നിങ്ങൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇത് നല്ലപോലെ അറിയത്തില്ല വർക്ക് ചെയ്യാൻ. കഞ്ഞു കുടിക്കാൻ വേണ്ടി രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി നല്ലത് ആശ്രമത്തിലുള്ള സ്വാമിമാരല്ലേ നല്ലത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മൾ ചുമ്മാ ഇരിക്കുമല്ല, അറിയാമല്ലോ, നമ്മളെല്ലാം പ്രചരണത്തിനും അത് നമ്മളാണ് ഏറ്റവും കൂടുതൽ ബിസി. ആശ്രമത്തിലുള്ളവർ ഫുൾ ടൈം ബിസിയാണ്. എന്തു പറയുന്നത്, പ്രചരണവും ഭഗവാന്റെ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാനും കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാനും ഒന്ന് ആലോചിക്കണേ. ഇതല്ലേ ഏറ്റവും കൂടുതൽ ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ. ബാക്കിയുള്ളവരെല്ലാം അവരുടെ മനസ്സ് കൺട്രോൾ ചെയ്യാനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. പക്ഷേ ശില പ്രഭുപാദജി തന്ന ഈ ഒരു ആശ്രമ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അതിനുവേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഹരികൃഷ്ണ പ്രസ്ഥാനം. അന്നേരം എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ടും ഭക്തരുടെ കാരുണ്യം കൊണ്ടും ശില പ്രഭുപാദജിയുടെ കാരുണ്യം കൊണ്ടും എൻ്റെ ഗുരുദേവൻ്റെ കാരുണ്യം കൊണ്ടും ഇങ്ങനെയുള്ളൊരു സൗഭാഗ്യം ഇപ്പോൾ ലഭിച്ചത്. അന്നേരം നിങ്ങളും അതേപോലെ തന്നെ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ആചരിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ലഭിക്കും.
അതും കൂടാതെ നിങ്ങളുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റും, പക്വമായിട്ടുള്ള രീതിയിൽ. അതും കൂടാതെ ഈ ലോകത്തിനും സമൂഹത്തിനും വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കെ തന്നെ നമ്മുടെ കൾച്ചർ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുക. ഇപ്പം തകരാനൊന്നുമില്ല, കാരണം എല്ലാം തകർന്നിരിക്കുകയാണ് അല്ലേ. ഇതിൽ കൂടുതൽ എന്താണ് തകരാറുള്ളത്? അതുകൊണ്ട് കുറച്ച് ബ്രോഡായിട്ട് ചിന്തിക്കുക, എന്താണ് വേണ്ടുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ പാശ്ചാത്യമായിട്ടുള്ളതെല്ലാം ഈ പൈസയുടെ കാശിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാത്തിനും വിലയിരുത്താൻ നമ്മൾ നോക്കരുത്. ഇതിനപ്പുറത്തായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ കൾച്ചർ, നമ്മുടെ കോൺഷ്യസ്നെസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കളഞ്ഞു കുളിച്ചിട്ട് കാശുണ്ടാക്കിയിട്ട് എന്താണ് പ്രയോജനം? ഒരു ഉപയോഗമില്ല. പക്ഷേ ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഈ കാശുണ്ടെങ്കിൽ അത് വെച്ച് പിന്നെ എന്തെങ്കിലും ഉപയോഗമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇന്നത്തെ സത്സംഗം നമുക്ക് നിർത്താം. ഇന്ന് കുറേ ഭക്തജനങ്ങൾ പല പല കീർത്തനങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് കുട്ടികളുണ്ടല്ലോ. ഈ മഹാഭാരത ചലഞ്ച് ഇന്ന് 10 മണിക്ക് തുടങ്ങുകയാണ്. 10 മണി മുതൽ 10:30 വരെ മഹാഭാരതത്തിൻ്റെ ആദ്യത്തെ ദിവസം യുദ്ധത്തിൽ എന്താണ് നടന്നത് എന്ന് ഫേസ്ബുക്കിൽ നമ്മൾ ചർച്ച ചെയ്യും. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അത് പുതിയൊരു ഗ്രൂപ്പ് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, രജിസ്റ്റർ ചെയ്ത കുട്ടികളുണ്ട്. മഹാഭാരത ചലഞ്ച് എന്ന് പറഞ്ഞ് ആ ഗ്രൂപ്പിലോട്ട് കുട്ടികളുണ്ട്. അന്നേരം അവർക്ക് ആ ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കുന്നതാണ്. അതിനുശേഷം അവർ ആ ഒരു ക്വസ്റ്റ്യൻ ഗൂഗിൾ ഫോം വഴി ആൻസർ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വിജയിച്ച കുട്ടികൾക്ക് പ്രൈസസാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് 11 മണി മുതൽ ഓരോരോ കീർത്തനമുണ്ട്. അതുകൊണ്ട് എപ്പോഴൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്നോ ഫേസ്ബുക്കിൽ ലൈവിൽ കീർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ശ്രീ പ്രഭുപാദ് കി ജയ്, നിതായ് ഗൗർ പ്രേമാനന്ദേ, ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ.